നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. നീതിമാൻ പന പോലെ തഴക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളെയും അടച്ച് കർത്താവ് ഇന്ന് പകലിൽ നമ്മളോട് സംസാരിക്കുവാൻ, ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ? കഴിഞ്ഞ 11 ദിവസമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിലാണ് ഈ 12ാം ദിവസം ദൈവവചനം ദൈവം തുറന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ, ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ ശബഖാതാര ബഖാഠദിയ റിബികമന ഹദുര പ്രഭാജന ലിഗാധന റിബിഖബഹദുര പ്രഭാസിയ. നന്ദി കർത്താവേ. ശബറഖദുര പ്രഭതി ഹുഡബബബ ഖശതുരാദഗൽ ഖമന ഹദര പ്രഭാദിയ. ഈ 12ാം പകലിലും പരിശുദ്ധാത്മാവ് രോഗങ്ങളെ സൗഖ്യമാക്കുകയാണ്, ബന്ധനങ്ങളെ അഴിക്കുകയാണ്, ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കര ഇടപെടിയിൽ ഈ പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നല്ലോ. മർക്കോസ് 16 പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവരെൻ്റെ നാമത്തിൽ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. അതൊരു പാസ്റ്റർ വെക്കണമെന്നല്ല, ഒരു പ്രവാചകൻ വെക്കണമെന്നല്ല, വിശ്വസിക്കുന്ന ആർക്കും ഇന്ന് പകൽ വെക്കാം. നിന്റെ രോഗത്തിൻ്റെ മേൽ നിന്റെ കൈ തന്നെ എടുത്തു വെച്ച് കൽപ്പിച്ചാട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ കരം തന്നെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അവസാനത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുവാനല്ല, ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവരാൽ ആ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ആ ക്ഷീണങ്ങൾ മാറട്ടെ, ഹാർട്ട് ബ്ലോക്കുകൾ സൗഖ്യമാകട്ടെ, നട്ടെല്ലിൻ്റെ വേദനകൾ സൗഖ്യമാകട്ടെ, തലയുടെ വേദനകൾ സൗഖ്യമാകട്ടെ, അസ്വസ്ഥതകൾ സൗഖ്യമാകട്ടെ, ഇടുപ്പിൻ്റെ വേദനകൾ സൗഖ്യമാകട്ടെ. ഈ 12ാം പകലിൽ അസാധാരണമായ ഒരു സൗഖ്യം ജനത്തിൻ്റെ മേൽ. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും നമുക്ക് മറക്കാൻ കഴിയാത്ത ആത്മീകമായ വിടുതലുകൾ എല്ലാ ഏരിയകളിലും കർത്താവ് തരികയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. 92-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് വായിച്ചത്. മിക്കവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നിങ്ങളിൽ പലരും ഇതിനകത്തു നിന്ന് പ്രസംഗിച്ചിട്ടുള്ളവരായിരിക്കും. ഇത് ഞങ്ങൾക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കാതെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള കൊതിയോടെ ഇരിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ആത്മീകമായി നമ്മളെ വേദപുസ്തകത്തിനകത്ത് സിംബോളിക്കലായി, സാദൃശ്യമായി ദൈവമക്കളെ ഉപമപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചില പദങ്ങളിൽ ഒന്നാണ് ഈ വായിച്ച വാക്യം. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല. കേട്ടിട്ടില്ലയോ? നീതിമാൻ
ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. പ്രൈസ് ലോ. പക്ഷേ ഇവിടെ ബൈബിൾ പറയുകയാണ് നീതിമാൻ എങ്ങനെയാണ്? ഫല പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പം എങ്ങനെയാടാ നീതിമാൻ ഇല്ലാത്തിടത്ത് നീതിമാൻ ഫല പോലെ വളരുന്നത്? അത് പഴയ നിയമത്തിൽ ദാവീദ് പറയുകയാണ്, എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയി, കൊള്ളരുതാത്തവരായി, എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, നീതിമാൻ ആരുമില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചതാണ്, അല്ലേ? അതിനകത്താണ് നമ്മൾ സൗഖ്യം പ്രാപിച്ചതും, അതിനകത്താണ് നമ്മുടെ തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർച്ച കണ്ടതും എല്ലാം. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിനെ അറിഞ്ഞതാണ് ഭാഗ്യം. പ്രൈസ് ലോർഡ്. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി, അവൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകി, കൃപാവരങ്ങളെ അവിടുന്ന് നമുക്ക് നൽകി, സ്വർഗസ്ഥലങ്ങളിൽ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നു, നിത്യജീവന് അവൻ നമ്മളെ അവകാശിയാക്കി. ഓ, എത്ര ഭയങ്കരമായ ദൈവപ്രവൃത്തികളാണ് നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യോ മിണ്ടുന്നില്ല ആരും. റൈറ്റ് സ്റ്റാൻഡിങ്, അല്ലേ? ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാനുള്ള ആ കൃപയ്ക്കാണ് എന്തോ പറയുന്നത്? നീതീകരണം. എന്നാണ് അങ്ങനെ പറയാൻ കാരണം? പിതാവായ ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവം, സർവവിശുദ്ധനായ ദൈവം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകാൻ എല്ലാവർക്കും അനുവാദമില്ല. ഉണ്ടോ? ഇല്ല. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം, അല്ലേ? സാധാരണക്കാരായ ജനം എവിടെയാ? പ്രാകാരത്തിൽ. പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ആടുകളുടെയോ കാളകളുടെയോ രക്തമായി ചെല്ലുന്ന ഇടത്ത്. ഇനിയും പുരോഹിതൻ കയറി ചെല്ലുമ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പുരോഹിതൻ ഉണ്ടെങ്കിൽ അവിടെ വീണ് മരിക്കും. റൈറ്റ്? അവിടെ വീണ് മരിക്കും. ഇനി മരിക്കുന്ന പുരോഹിതനെ കയറി എടുക്കാൻ പറ്റുമോ? ഇല്ല. അരയ്ക്ക് കെട്ടിയ ആ കയറയിലോ ചങ്ങലയിലോ പിടിച്ചെന്തോ ചെയ്യണം? വലിച്ചെടുക്കണം. അതേ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇപ്പം. ആണ്ടിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ യാഗരക്തവുമായി ചെന്ന മഹാപുരോഹിതൻ നിൽക്കുന്ന കൃപാസനത്തിൻ്റെ അടുക്കൽ ഇന്ന് പകൽ ഫോർട്ട് കൊച്ചിയിൽ വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യ പദവിയോർത്ത് സന്തോഷമുള്ളവർ കരമടിച്ച് ആമേൻ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇപ്പം നമുക്കത് എങ്ങനെയാ സാധിച്ചേ? ഇപ്പം നമുക്കത് എങ്ങനെയാ സാധിച്ചേ? ഒരു രണ്ടുപേരൊന്ന് മുമ്പോട്ട് വരാമോ? രണ്ടുപേരൊന്ന് ഒന്ന് കാണിക്കാൻ വന്നാട്ടോ. താങ്ക് യു. നല്ലൊരു കയ്യടി കൊടുത്താട്ട്. ഇത് സർവശക്തിയുള്ള ദൈവം. ഓക്കെ, നിങ്ങളാരും തെറ്റിദ്ധരിക്കില്ല, ഇദ്ദേഹം ദൈവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സർവശക്തിയുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ദൈവത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത, പറഞ്ഞട്ടെ, ഈ കണ്ണ് സ്കാനിങ് മെഷീനേക്കാൾ പവറുള്ളതാണ്. എത്ര കുട്ടപ്പനായി കുട്ടപ്പിയായി നീ ഇവിടെ വന്നിരുന്നാലും നിന്നെ സ്കാൻ ചെയ്യാൻ അല്ലേ? അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ കണ്ണീന്ന് തീ പുറപ്പെടുന്നല്ല. അഗ്നിജ്വാല, എക്സറേ രശ്മികളേക്കാൾ ഭയങ്കരമായി വെളിപ്പെടുന്ന ആ കണ്ണാണത്. ആ കണ്ണിൻ്റെ മുമ്പിൽ ഒരാൾക്ക് പോലും ഇല്ല, അല്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിപ്പോൾ എങ്ങനെ വന്ന് നിൽക്കുന്നെന്നാണ് ഞാൻ പറയുന്നത്.
ഈ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാനുള്ള കഴിവോ യോഗ്യതയില്ലായിരുന്നു. നമ്മൾ പ്രാകാരത്തിന് പുറത്തു നിന്ന് ഇത് കൊതിച്ചിട്ടുണ്ട് സാധാരണക്കാർ, ഓക്കെ ആമേൻ. എന്നാൽ അവർക്ക് ചെല്ലാൻ പറ്റുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഫോർട്ട് കൊച്ചിയിലും അടൂരും കടന്ന് നമ്മൾ പറഞ്ഞു, യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ കർത്താവ്. ഇപ്പോഴും ഈ കണ്ണിന് മാറ്റമൊന്നുമില്ല, പക്ഷെ ഈ കണ്ണിപ്പം നോക്കുന്നത് ക്രിസ്തുവിലൂടെ എന്നെ നോക്കുന്നു. ക്രിസ്തുവിലൂടെ എന്നെ നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആമേൻ, ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ മേൽ പകർന്നത് മുഴുവനും എനിക്കാണ്. അടുത്തിരിക്കുന്നവരോടൊന്ന് പറയാൻ പറ്റുമോ, ക്രിസ്തു ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാട്ട്? ക്രിസ്തു ഇല്ലെങ്കിൽ, അതുകൊണ്ട് ആരോ പറഞ്ഞത്, വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ ആം സീറോ. ക്രിസ്തു ഇല്ലെങ്കിൽ ഞാൻ ആരാണ്? വിത്ത് ക്രൈസ്റ്റ് ഐ ആം ഹീറോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനോട് ചേർന്ന് ഞാൻ നിൽക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിച്ചു. ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ നീതി എന്ന വസ്ത്രം എൻ്റെ മേൽ ധരിപ്പിച്ചു. എന്തോ വസ്ത്രം? ഈ നീതി വസ്ത്രം ധരിച്ചത് കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ആര് നിമിത്തം? യേശു നിമിത്തം എനിക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ മിടുക്കിനാലല്ല. റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 24-25 വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന, ആമേൻ, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന യേശുവിനെ എന്തിനാ ഉയർപ്പിച്ചേ? നമ്മുടെ നീതീകരണത്തിന്. ഒരു ഈസ്റ്റർ കിട്ടാൻ. ഈസ്റ്ററിന്റെ ദിവസം കഞ്ഞിയൊക്കെ കുടിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ആണോ? എന്തിനാണ് യേശുവിനെ ഉയർപ്പിച്ചതെന്ന് ചോദിച്ചാൽ, എന്നെ നീതീകരിക്കാൻ. അവൻ്റെ നീതിയാൽ ഞാൻ നീതിമാനായി മാറി. അവൻ്റെ വിശുദ്ധിയാൽ ഞാൻ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ പെർഫെക്റ്റ് ആക്കിക്കൊള്ളാം, ഞാൻ നിന്നെ പെർഫെക്റ്റ് ആക്കിക്കൊള്ളാം. ഓ, എത്ര പേര് ഇന്ന് പകലത് വിശ്വസിക്കുന്നുണ്ട്? ബിജു പാസ്റ്ററെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് യൂദായുടെ ലേഖനത്തിൽ പറയുകയാണ്, മഹിമാസന്നിധിയിൽ നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന. കേട്ടോ, ഈ വിശ്വാസം നിമിത്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവി, അവിടുന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ നിന്റെ മുഖത്തെ ഈ ആനന്ദം നഷ്ടപ്പെടാതെ എൻ്റെ സന്നദ്ധയിൽ ഞാൻ നിന്നെ നിർത്തും. വഴിയിലിട്ടിട്ട് പോകത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ യേശു നിമിത്തം നമുക്ക് ലഭിച്ചതാണ്. ബൈബിൾ പറയുകയാണ്, യേശു മരിച്ചത് നമ്മുടെ പാപത്തിനു വേണ്ടി. താങ്ക് യു. യേശു മരിച്ചത് നമ്മുടെ പാപത്തിനു വേണ്ടി. യേശു ഉയർത്തെഴുന്നേറ്റത്, ഉറക്കെ പറ. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടോ? യെസ് ഓർ നോ? നീതീകരിക്കപ്പെട്ടോ എന്ന് ബൈബിൾ പറയുന്നു. നാം നീതീകരിക്കപ്പെട്ടു. നമ്മുടെ കഴിവിനാലാണോ? നമ്മുടെ മിടുക്കിനാലാണോ? നിങ്ങൾ എത്ര പേർ പുതിയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്? ഒരു രാജാവ് കല്യാണ സദ്യ നടത്തി, റൈറ്റ്? കല്യാണ സദ്യ നടത്തി, നാട്ടുകാരെ മൊത്തം വിളിച്ചു, എല്ലാവരും ചെന്നിരുന്നു. രാജാവ് സമയമായപ്പം വന്നപ്പം ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിച്ചില്ല. പൊന്നു ബിജു പാസ്റ്റർ, കൊച്ചുനാളിൽ ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തോ ഒരു ക്രൂരനായ രാജാവായത്. പാവം പിടിച്ചവന് ഡ്രസ്സ് ഇടാനുള്ള സമയം കിട്ടിക്കാണത്തില്ല, എന്നിട്ടും അങ്ങനെ ചെയ്തല്ലോ. പക്ഷെ കർത്താവ് വചനം വെളിപ്പാട് തന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ, അതല്ല അതിൻ്റെ പൊരുള്. രാജാവ് എല്ലാവർക്കും കൊടുത്തു.
ഇത് ധരിച്ചോണ്ട് എവിടെ കയറാവൂ? സദ്യക്ക് കല്യാണത്തിൽ കയറാവോ? അവൻ പറഞ്ഞില്ല, ഞാൻ ഇട്ടേക്കുന്ന ലൂയിസ് ഫിലിപ്പാണ്, ഞാൻ ഇട്ടിരിക്കുന്നത് കൂടിയതാണ്, എനിക്കിത് മതി, എൻ്റേതും കൊണ്ട് ഞാൻ കയറിക്കൊള്ളാം. സൗജന്യമായി കൊടുത്തത് വേണ്ടാന്ന് വെച്ചു. സൗജന്യമായി കൊടുത്തപ്പം വേണ്ടാന്ന് വെച്ചിട്ട് അവൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ കണ്ടോളാം, ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് കയറിയപ്പം ബൈബിൾ പറയുന്നു, നീതി വസ്ത്രം സൗജന്യമായി കൊടുത്തത് വേണ്ടാന്ന് വെച്ചത് കൊണ്ട് അവനെ ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾ പറ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കാൻ കാരണം എന്നാണ്? യേശു സ്നേഹിച്ചത് കൊണ്ടാണോ? യേശുവിൻ്റെ കരുണയാണോ? എബ്രായ ലേഖനം 4:16 അറിയാവുന്നവർ പറഞ്ഞാട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി പേടിച്ച് അങ്ങനെയാണോ? ഫോർട്ട് കൊച്ചിയിലെ ബൈബിളിൽ അങ്ങനെയാണോ? കൃപ പ്രാപിപ്പാനുമായി നമ്മൾ അറച്ചും മടിച്ചും വരണമെന്നാണോ? ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. ഓ കമോൺ. ബിജു പാസ്റ്റർ കഴിഞ്ഞ ദിവസം എബ്രായ ലേഖനം 7:25 വായിച്ച് ഞാൻ തുള്ളിച്ചാടിപ്പോയി. ആ വാക്യം ഇങ്ങനെയാണ്, 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ. മുമ്പേ വന്നു രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വന്ന് ഇവിടോട്ട് നിൽക്കാമോ? പക്ഷപാതം ചെയ്യുക. എല്ലാവരും പറഞ്ഞിട്ട് എന്താണ്? ഒരുപോലെ അർത്ഥമുള്ള 2 പദങ്ങളാണ് മധ്യസ്ഥതയും പക്ഷപാതവും. ഉറക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ അല്ലേ? 2 വാക്കുകളാണ്. ഒന്ന് മധ്യസ്ഥത. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ പാപ്പച്ചാനും ജോണിച്ചാനും തമ്മിൽ, ഇവരുടെ പേരല്ലേ ഇപ്പോഴത്തേക്ക് വിളിക്കുകയാണേ, പാപ്പച്ചാനും ജോണിച്ചാനും തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പം ബിജു പാസ്റ്റർ വന്ന് പറഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, നമ്മൾ സഹോദരങ്ങളാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചോണം. ഇവർ തമ്മിൽ വഴക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിജു പാസ്റ്റർ അവിടെ എന്തോ ചെയ്തു? മധ്യസ്ഥത പ്രവർത്തിച്ചു. റൈറ്റ്? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, സഹോദരങ്ങളാണ്, ഫോർട്ട് കൊച്ചി ചർച്ചിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നവരാണ്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്, നമ്മൾ അവിടെയും ചെല്ലുമ്പം കാണേണ്ടതാണ്. അതിപ്പം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് 2 പേരെയും തമ്മിൽ മധ്യസ്ഥ പറഞ്ഞ് രമ്യതപ്പെടുത്തി. അതാണ് മധ്യസ്ഥത. ഉറക്കെ പറ, അതാണ് മധ്യസ്ഥത. ഒന്നുകൂടെ പറ, മധ്യസ്ഥത. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഒരു പദം പറയുക, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. താതൻ സന്നിധിയിലെൻ പേർക്കു വാദം പക്ഷപാതം. മധ്യസ്ഥതയല്ല. അതെന്താ? പേരെന്തുവാ? അലൻ, വിനിൽ. അലനും വിനിലും ഇവർ രണ്ടും നിൽക്കുമ്പോൾ ഞാൻ അലൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുക, പറയാം, ഇവൻ ചെയ്തതാ ശരി, ഇവൻ പറഞ്ഞതാ ശരി, നിങ്ങൾ കാണിച്ചത് തെറ്റാ എന്ന് ഞാൻ ഇവൻ്റെ പക്ഷത്തു നിന്ന് വാദിക്കുന്നതിനെയാണ് പക്ഷപാതം എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു എൻ്റെ പക്ഷത്തോട്ട് നിന്ന് എനിക്ക് വേണ്ടി വാദിക്കാം. ഞാൻ രക്തം കൊടുത്തതാ, എൻ്റെ മകനാ, എൻ്റെ രക്തം അവൻ്റെ വിലയ്ക്ക് അവന് വേണ്ടി വില കൊടുത്തത്. തൊടാൻ അനുവാദമില്ല. 1 വർഷം കൂടെ നിന്നേ പറ്റൂ, നിർത്തിയേ പറ്റൂ, ഉപയോഗിച്ചേ പറ്റൂ, പറഞ്ഞ വാഗ്ദത്തങ്ങൾ കൊടുത്തേ പറ്റൂ. ഇന്ന് പകൽ ഫോർട്ട് കൊച്ചിയിലുള്ളവർ കേൾക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ പത്രോസിനോട് പറയുക, നിന്നെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, നിന്റെ വിശ്വാസം പോയിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ല, നിനക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്റെ വീട്ടിനകത്ത് അനർത്ഥമിടാൻ, തകർച്ചകളിടാൻ പൈശാചിക വ്യാപാരങ്ങൾ ഒരുപോലെ പദ്ധതി തയ്യാറാക്കിയപ്പോഴും താതൻ സന്നിധിയിൽ എൻ പേർക്കായി പക്ഷപാതം.
ആ കരമൊന്ന് ഉയർത്തി. താതൻ സന്നിധിയിലൻ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം നിൽക്കാമോ? ഓക്കെ, താങ്ക് യു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കൈ ഒന്ന് ഉയർത്തി. താതൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ഫോർട്ട് കൊച്ചിയിലുള്ള ദൈവമക്കൾ ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ മിടുക്കിനാലല്ല, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ സദാ നിൽക്കുന്നത് കൊണ്ട് ഇന്നും ആരോഗ്യത്തോടെ എൻ്റെ കർത്താവിനെ ഉയർത്താൻ അവൻ്റെ നീതിയാൽ എനിക്ക് നീതീകരണം ലഭിച്ചു. ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കഴിവിനാലല്ല, എൻ്റെ വിശുദ്ധിയുടെ കൂടുതലോ കുറവ് കൊണ്ടോ അല്ല. ഉറക്കപ്പറ. ആ ആഗ്രഹം തന്നത് അല്ലേ? നമുക്ക് ആഗ്രഹം തന്നത് ആരാ? വിശുദ്ധി ജീവിക്കണമെന്ന് ആഗ്രഹം തന്നത് ആരാ? യേശു അല്ലേ? ആ കർത്താവിൻ്റെ കൃപയല്ലേ? ആഗ്രഹം തന്നവൻ നമ്മളെ അതിനു വേണ്ടി ഒരുക്കുകയല്ലേ? ഈ നമ്മളിപ്പം നീതീകരിക്കപ്പെട്ടോ? യെസ് ഓർ നോ? എങ്ങനെ? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ. ഉറക്കെ പറ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാണ്? നീതിമാനാണ്. ഇനി നീതിമാന്മാർക്കുള്ള കുറേ അനുഗ്രഹങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. അത് ഭയങ്കരമാണ്. നീതിമാന്മാരാരാണെന്നും നീതിമാന്മാർക്കുള്ള അനുഗ്രഹം എന്താണെന്നും ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ദാവീദ് പറയുക, ഞാൻ ബാലനായിരുന്നു, ഞാൻ ആട്ടിടയനായി, ഞാൻ ചെറുപ്പക്കാരനായി, ഞാൻ യോദ്ധാവായി, ഞാൻ രാജാവായി, ഇതാണ്ട് ഇപ്പം വൃദ്ധനായി. പക്ഷെ ഞാൻ ലോകത്തിൽ 2 കാര്യം കണ്ടിട്ടേ ഇല്ല. 2 കാര്യം എന്താണെന്നറിയാമോ? ഒന്ന്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും. ഓ, കേൾക്കുന്നുണ്ടോ? നാളിന്ന് വരെയായി വർഷങ്ങളായി പ്രായം ചെന്നു, രാജാവായിരുന്നു, വൃദ്ധനായി, മരണക്കിടക്കെ കിടന്നുകൊണ്ട് ദാവീദ് പറയുക, 2 കാര്യം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒന്ന്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും, 2, അവന്റെ സന്തതി അപ്പം ചോദിച്ച് തെണ്ടി നടക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടെന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകലും പരിശുദ്ധമ പറയുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 127 സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചു, നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ഈ 12-ാം പകലിൽ പരിശുദ്ധാത്മാവ് ഫോർട്ട് കൊച്ചി ചർച്ചിനോട് പറയുന്നു, യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാലും നീതീകരിക്കപ്പെട്ട നിന്റെ അവകാശത്തിൻ്റെ മേൽ കൊണ്ടുവച്ചിരിക്കുന്ന സകല പിശാചിന്റെ ആമേൻ ചെങ്കോലുകളും ഈ പകലിൽ ഓടിയട്ടെ. പ്രൈസ് ഗോഡ്. നീതിമാന്മാരുടെ അനുഗ്രഹങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഹോംവർക്ക് എന്തായാലും ഉപവാസമല്ലേ? ഹോംവർക്ക് എന്ന് കേട്ടപ്പോഴേ സ്വത്രം പോയി. സദൃശ്യവാക്യം വായിക്കണം. സദൃശ്യവാക്യം തുറക്ക, ഇപ്പോഴല്ല, വീട്ടിൽ ചെന്നിട്ട്
സദൃശവാക്യം വായിച്ചു കഴിയുമ്പോൾ നീതിമാന്മാരുടെ അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നിങ്ങനെയാണ്: നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുമോ? നിന്റെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ ഉറക്കെ പറയണം, ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണ്. ഇല്ല ഇല്ല, എത്ര ആഭിചാരകന്മാരും എത്ര മന്ത്രവാദികളും എത്ര പൈശാചിക വെല്ലുവിളികളും നിങ്ങൾക്കെതിരെ വാടക ഒരുവാൻ ശ്രമിച്ചാലും നമ്മൾ വായിച്ചൊരു വാക്യം അതിനോട് ചേർന്നുള്ളതാണ്: നീതിമാൻ പാന പോലെ തഴയ്ക്കും. പനയുടെ പ്രത്യേകത, നട്ടാൽ അടുത്ത വർഷം ബലം കിട്ടത്തില്ല. കിട്ടോ? പനയുടെ പ്രത്യേകത വളവും തിരിവില്ല, ഒറ്റ പോക, സ്ട്രൈറ്റാ. എൻ്റെ പൊന്നുപിച്ചു പാസ്റ്ററെ, ഫലം കൊടുക്കാൻ താമസിക്കും. കൊടുത്തു തുടങ്ങിയ പിന്നെ തലമുറ തലമുറ തലമുറ. എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചി സഭയുടെ മേൽ അങ്ങനത്തെ ഒരു വിളിയാ കിടക്കുന്നേ. തലമുറ തലമുറകൾ പട്ടണങ്ങളിലും രാജ്യങ്ങളിലും നീതിമാൻ പാന പോലെ തഴയ്ക്കും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അടുത്തിരിക്കുന്നവരോടൊന്ന് പറയാമോ? അങ്ങനെ പറയും പറ്റുമെങ്കിൽ പറയാമോ? ലെബാനോനിലെ ദേവദാരു പോലെ. ഒന്നുകൂടെ പറ. 12-ാം ദിവസം പരിശുദ്ധമ പറയുന്നു, നീ തളരാൻ പോവല്ല, വളരാൻ പോക. നിന്റെ ശുശ്രൂഷ തളരുകയല്ല. നിന്റെ ശുശ്രൂഷ ആരോ പറയുന്നു തളരുകയാണ്. നോ നോ നോ, നീ വളരാൻ പോവുകയോ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾ മറക്കുകയല്ല. അസാധാരണമായ കാര്യങ്ങൾ കർത്താവിനകത്ത് ചെയ്യാൻ പോകും. എല്ലാവരും പറഞ്ഞിട്ട്, ലെബാനോനിലെ ദേവദാരു പോലെ ഞാൻ വളരും. ഉറക്കെ പറ, ലെബാനോനിലെ. ആരൊക്കെയോ പറയുന്നു, നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ സീസൺ കഴിഞ്ഞു, നിന്റെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, ഇവിടം കൊണ്ട് തീരാൻ പോവാണ്. പക്ഷെ ഇന്ന് പകൽ കർത്താവ് എന്നെ അയച്ചത് ഇല്ല. ഈ തെങ്ങും കപ്പയും മാവു എന്നൊക്കെ കേട്ടാ കൊച്ചിയിലുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. റൈറ്റ്? മിണ്ടുന്നില്ല. ലെബാനോനിലെ ദേവദാരു, എനിക്കറിയത്തില്ല ഒത്തിരി പേര് ഇതിനകത്ത് അത് കണ്ടിട്ടുണ്ടോ എന്ന്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ, 1, 2. വാവ്, താങ്ക് യു. ഞാൻ ഈ ദേവദാരുവിനെ പറ്റി 2-3 കാര്യമൊന്ന് പറഞ്ഞോട്ടെ? വേണ്ടായോ? എന്തോ ചെയ്യാനാ, പാസ്റ്റർ വിളിച്ചു പോയില്ല, ഇന്ന് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ദേവദാരു, ഉറക്കെ പറഞ്ഞിട്ട് എന്താണ്? ഇത് നമ്മളുമായിട്ട് ഒത്തിരി കണക്റ്റഡാണ്. ഓക്കെ? ദേവദാരുവിൻ്റെ പ്രത്യേകത 2-3 പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ? ദേവദാരുവിൻ്റെ പ്രത്യേകത 1, 104-ാം സങ്കീർത്തനം. സങ്കീർത്തനം 16-ാമത്തെ വാക്യം. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ തന്നെ. എല്ലാവരും ആ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു,
ഒന്നാമത്തെ പ്രത്യേകത, ബിജു പാസ്റ്ററേ, ഇതിനെ നട്ടത്. നിങ്ങൾ പറ, ഒന്നാമത്തെ ദൂത്, ദൈവമാണോ നട്ടത്? നീ വളരുക തന്നെ ചെയ്യും. യെസ്. അതിരുകളെ പൊളിക്കും നീ, മതിലുകളെ പൊളിക്കും നീ, തടസ്സങ്ങളെ പൊളിക്കും നീ, നിന്നെ വളർത്തും. കാരണം നട്ടത് ബിജു പാസ്റ്റർ അല്ല, നട്ടത് നിജു പാസ്റ്റർ അല്ല, നട്ടത് ഇവിടുത്തെ ആരെങ്കിലും അല്ല. യു ആർ പ്ലാന്റഡ് ബൈ ഓൾമൈറ്റി ഗോഡ്. നീ നട്ടപ്പെട്ടത് യഹോവയാ. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, വർഷങ്ങൾ കൊണ്ട് ഇതിനെ പറിച്ചു കളയാൻ പിശാച് നോക്കിയല്ലേ? ആണോ അല്ലയോ? മന്ത്രവാദികൾ ശ്രമിച്ചില്ലേ? ഗുണ്ടകൾ ശ്രമിച്ചില്ലേ? ഗവൺമെന്റ് ശ്രമിച്ചില്ലേ? ന്യായങ്ങൾ ശ്രമിച്ചില്ലേ? പക്ഷെ ഈ 2023 നീ ഉയർന്നു നിൽക്കാൻ കാരണം നിന്നെ നട്ടത് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ളതിന്. അടുത്തിരിക്കുന്നു ചോദിച്ചോട്ടെ, യഹോവ നട്ടില്ലല്ലോ എന്നാ പ്രശ്നം? ചോദിച്ചേ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ചോദിക്കല്ലേ, എൻ്റെ സ്റ്റൈൽ ഇങ്ങനെ. യഹോവ നട്ടില്ലല്ലോ എന്നാ പ്രശ്നം? മത്തായി 15:13 പെട്ടെന്ന് വായിച്ച ദൈവദാസനെ. യഹോവ നട്ടില്ലല്ലോ എന്നാ പ്രശ്നം? ദൈവം നട്ടില്ലല്ലോ എന്നാ പ്രശ്നം? വായിച്ചേ. അതിന് അവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അങ്ങോട്ട് പോകുമ്പം കാണും ഭയങ്കര വെടിയും പുകയുമായിട്ടൊക്കെ, പക്ഷെ തിരിച്ചു വരുമ്പം കാണുകയില്ല. എന്നാ കാരണം ചോദിച്ചാൽ നട്ടിട്ടില്ല. ദൈവം നട്ടിട്ടില്ല. ദൈവം നട്ടതാണെങ്കിൽ ഏതോ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ, ദൈവം നട്ടതാണെങ്കിൽ ഏത് പ്രശ്നങ്ങളാണെങ്കിൽ, ദൈവം നട്ടതാണെങ്കിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും, ദൈവം നട്ടതാണെങ്കിൽ വളർത്തത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ പോലും ഇത് ഭയങ്കരമാ. ബിജു പാസ്റ്റർ 2023 സഭയുടെ മേൽ വേറൊരു ഷേപ്പ് പരിശുദ്ധമാ തരാൻ. ഇവിടുത്തെ ശുശ്രൂഷകന്മാരുടെ മേൽ, ഇവിടുത്തെ ദൈവമക്കളുടെ മേൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികളെ പരിശുദ്ധമാവ് ചെയ്യും. അല്പം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത പോലൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടും. എഴുന്നേക്കണം തോന്നുവാണ് എഴുന്നേറ്റോണം. യഹോവ നട്ടതിന്റെ അടുത്ത പ്രത്യേകത പറയാം. യഹോവ നട്ടതാണെങ്കിൽ അടുത്ത പ്രത്യേകത, യെഹെസ്കേൽ ചാപ്റ്റർ നമ്പർ 17. യെഹെസ്കേൽ പ്രവചനം 17-ാം അധ്യായം 23-ാമത്തെ വാക്യം. യെഹെസ്കേൽ ചാപ്റ്റർ 17:23. പർവ്വതത്തിൽ ഞാനത് നടും. ഇസ്രായേലിന്റെ ഏതോ ഒരു ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അതിനെ നടും. നട്ടപ്പം ആരും കണ്ടില്ല, വളർന്നപ്പം ആരും കണ്ടില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം അടുത്ത വാക്ക്, അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച്, അത് പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ള ദേവദാരുവായി തീരും. ഈ 12-ാം പകലിൽ ആരോടൊക്കെയോ പരിശുദ്ധമാ ദൂത് പറയുന്നു. ആരും കാണാത്തൊരു കൊച്ചു മൂലയിൽ, ആരും അറിയാത്തൊരു കൊച്ചു മലയിൽ, ആരും അറിയാത്തൊരു കൊച്ചു സ്ഥലത്ത് ദൈവം നിന്നെ നട്ടതാണ്. പക്ഷേ യു ആർ പ്ലാന്റഡ് ബൈ ഓൾമൈറ്റി ഗോഡ്. നീ ദൈവത്താൽ നട്ടപ്പെട്ടത് കൊണ്ട് നീ പുറപ്പെടുകയാ. പുറപ്പെടട്ടെ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് പുറപ്പെടട്ടെ. ചുമ്മാ ഒന്ന് പറഞ്ഞേ, പുറപ്പെടട്ടെ. ചുമ്മാതാ പുറപ്പെട്ട്. ക്ഷമിക്കണേ, പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചുനാളിൽ അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെ
എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല. പോയി വരികയല്ല, നിന്നെ കർത്താവ് വിട്ടതെങ്കിൽ നീ ഫലം കായ്ക്കും. നീ ഫലം കായ്ക്കും. കൈ ഉയർത്തി പറഞ്ഞേ, ഫലം. ആ വാക്യം ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യണേ. ഫലം കായ്ക്കും. കായ്ച്ച് ഭംഗിയുള്ള ദേവദാരുവായി മാറും. അതിൻ്റെ കീഴിൽ പലവിധ ചിറകുകളുള്ള പക്ഷികളൊക്കെ പാർക്കും. അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. എനിക്കിതിന്റെ ആഴം എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു വൃക്ഷത്തെ നോക്കി പറയുക, നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് നീ പറയും വരെ അനേകർക്ക് നീ ഒരു അനുഗ്രഹമാകും. യഹോവ നടണം, യഹോവ നടണം. അവൻ നട്ടതാണെങ്കിൽ അനേക, പ്രവാചകന്റെ ഭാഷ പറഞ്ഞ പല ആളുകൾക്ക് നീ ഒരു അനുഗ്രഹമായി മാറും. കണ്ണു കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ദൈവം നട്ടതായത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയാൻ എന്നോട് പറയുന്നു, 2024 ഫോർട്ട് കൊച്ചി സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, ഇയർ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഫലം കായ്ക്കുന്ന ഇയർ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. അക്കാരം ഉയർത്തി പറഞ്ഞാട്ടെ, ഫലം കൊടുക്കുക. കൊലോസ്യർ 1:3 പറയുക, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ കാലം മുതൽ. നെക്സ്റ്റ്. ആറാമത്തെ വാക്യം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, ഫോർട്ട് കൊച്ചിയിലും എത്തി. നിങ്ങൾ ദൈവകൃപയെ കേട്ടെന്നല്ല, ദൈവദാസം വായിച്ചത് യഥാർത്ഥമായി കേൾക്കാൻ തുടങ്ങിയപ്പോ ഫോർട്ട് കൊച്ചിയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. എല്ലാരും പറഞ്ഞാട്ടെ, യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. ഉറക്കെ വേണ്ടി വായിച്ചോ. നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ച്ചും. ഓ, Haraba Taraba Shigarabalaba. ദേവദാസനെ ഒന്ന് പ്രവചിക്കാൻ എൻ്റെ ഉള്ളിൽ കൊതി തോന്നുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആരൊക്കെയോ പറയുന്നു പഠിച്ചിട്ട് ജോലിയില്ല, ആമേൻ, കാലങ്ങൾ കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല, വിവാഹം കഴിഞ്ഞിട്ട് റിസൾട്ടുകളില്ല, കുടുംബജീവിതത്തിനകത്ത് ഫലമില്ല, ബിസിനസ്സിനകത്ത് ഫലമില്ല. അയ്യോ, ആരൊക്കെയോ ഇന്ന് പകൽ പൊട്ടി തകർന്നതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 12ാം പകലിൽ നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തതുപോലെ അത് പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ, അത് പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചോ. ഇന്ന് പകൽ ഓൺലൈനിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ, രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നീ കാണുന്നതെങ്കിൽ, ഇന്ന് പകൽ നിന്റെ മേലൊരു ഭയങ്കര ഫലത്തെ
അത് ശുശ്രൂഷയിൽ, അത് പഠനത്തിൽ, അത് കുടുംബത്തിൽ, അത് തലമുറയുടെ മേൽ, അത് ജോലിയുടെ മേൽ, അഭിഷേകത്തിൽ, ആത്മനിറവിൽ, സഭാ പരിപാലനത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഫലമില്ലാതെ അടച്ചു കളയുന്ന സകല മേഖലകളും ഇന്ന് പകൽ പൊട്ടിമാറട്ടെ. എൻ്റെ കുഞ്ഞിന് മാത്രം ജോലിയില്ല, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ പാസ്റ്റർ ഇങ്ങനെ, എൻ്റെ വിഷയത്തിൽ മാത്രം എന്താ ഇങ്ങനെ ചോദിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമ പറയുന്നു, ദൈവകൃപയെ നിങ്ങൾ കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ മേൽ റിസൾട്ടുകൾ വരാൻ പോകുകയാണ്. അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. അപ്പൊ ദേവദാരുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞാട്ടെ എന്നാണ്? യഹോവ നട്ടതാണ്. യഹോവ നട്ടതാണെങ്കിൽ ഫലം കായ്ക്കും. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു പദം നിങ്ങൾ പറയാത്തോണ്ട് അത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, ഞാൻ കൊണ്ടുപോവാം. നിങ്ങൾക്ക് വേണേ എടുത്തോണം. പുറപ്പെടുവിച്ച് ഫലം കായ്ക്കും. പുറപ്പെടുവിച്ചു. ഏതോ ഒരു മലയുടെ മുകളിലാ അല്ലേ? ഏതോ ഒരു മലയുടെ മുകളിൽ അവിടെ ഈ വൃക്ഷം മാത്രമല്ല, പല വൃക്ഷങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നട്ടു. പക്ഷെ എന്നാ ചെയ്യാനാ? നട്ടത് ദൈവമായോണ്ട് ഇതിൻ്റെ കൊമ്പുകൾ പുറപ്പെടാൻ തുടങ്ങി. അത് പുറപ്പെടാൻ തുടങ്ങി. രാജ്യങ്ങളിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. ഭൂഖണ്ഡങ്ങളിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. പട്ടണങ്ങളിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. ഈ ദൈവം നട്ട ചില വൃക്ഷങ്ങളെ നടുമ്പഴേ പിശാചിനറിയാം ഇത് ഭയങ്കരമായിട്ട്. ഉൽപ്പത്തി 49:22 വായിച്ചിട്ടുള്ളവർക്കറിയാം. യോസഫ് ഫലപ്രദമായ വൃക്ഷം തന്നെ, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അടുത്ത വാക്യം, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. എന്തോ ഒരു ലോജിക്ക് ഇല്ലാത്ത വാക്ക് അല്ലേ? വൃക്ഷം എവിടെ പടർന്നു? ഞാനിത് വായിച്ചിട്ട് എൻ്റെ പൊന്നു വിജു പാസ്റ്റർ എനിക്ക് പിടി കിട്ടുന്നില്ല. എന്നോട് പാസ്റ്റർ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു, എന്നോട് വേണേ എടുത്താൽ മതി കേട്ടോ. എന്നോട് കർത്താവ് ഇടപെടുന്ന രീതി ഇങ്ങനെയൊക്കെയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ യോസഫ് വളരുമെന്ന് പിശാചിന് മനസ്സിലായപ്പോൾ ഒരു മതിൽ കൊണ്ടങ്ങ് കെട്ടി. 10 അടി ഉയരമുള്ള ഒരു മതിൽ. അതിൻ്റെ റെഫറൻസ് ഒന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ. 10 അടി ഉയരമുള്ളൊരു മതിൽ കെട്ടി. പിശാച് പറഞ്ഞു, ഇനി നീ വളരുന്നു ഒന്ന്. എൻ്റെ പൊന്നച്ച, മതിൽ വളർന്നില്ല, യോസഫ് വളർന്നു. വളർന്നെന്ന് മാത്രമല്ല ബിജു പാസ്റ്ററെ, അതിൻ്റെ മതിലിൻ്റെ മീതെ പടർന്ന് പന്തലിച്ചു. ആ പ്രതികൂലത്തിന്റെ മുകളിൽ, ആ ചലഞ്ചസിന്റെ മുന്നിൽ, ആ വെല്ലുവിളികളുടെ മുകളിൽ ഈ ദേവദാരുവിനെ പറ്റി പഠിക്കുമ്പോഴേ ഒന്നാമത്തെ കാര്യം എന്താണ്? യഹോവ നട്ടു. മറക്കില്ല കേട്ടോ. ആരാ നട്ടേ? ദൈവം നട്ടു. ദൈവം നട്ടില്ല എന്നാ പ്രശ്നം? വേരോടെ പറഞ്ഞു. ഇനിയും ദേവദാരുവിൻ്റെ നല്ലൊരു പ്രത്യേകത, അത് നമുക്കും ആവശ്യമാണ്. ഈ ദേവദാരുവിൻ്റെ പ്രത്യേകത, ഈ ലെബാനോൻ എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടാവും, അറിയാവുന്നവരുണ്ടാവും. ഈ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ലെബാനോൻ. ഇതിൻ്റെ ഇടയിലുള്ള
തട്ടുതട്ടായ ഭൂമിയാണ്. നല്ല കാറ്റൊക്കെ അടിക്കും എപ്പോഴും. ഏതു സമയത്തും എന്തുണ്ടാകും? പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വളരുന്നതാണ് ദേവദാരു. ഈ ദേവദാരുവിൻ്റെ പ്രത്യേകത ഒരു 60-80 അടി, അത് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 60-80 അല്ലെ 100 അടി ഉയരമാണെങ്കിൽ അതിൻ്റെ വേരും അത്രയും താഴത്തേക്ക് പോകും, അത്രയും ആഴത്തിലേക്ക് പോകും. ചില വൃക്ഷങ്ങളുടെ വേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുറിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞാലും അല്ലേ? ഇതുപോലെ ദേവദാരുവിൻ്റെയും പ്രത്യേകത വേര് സ്ട്രോങ്ങാണ്. എല്ലാവരും എന്നോടൊന്ന് പറയാമോ എന്താണ്? വേര് ഭയങ്കര സ്ട്രോങ്ങാണ്. ഇനി വേര് സ്ട്രോങ് ആണെങ്കിൽ വൃക്ഷം എന്തായിരിക്കും? പറ. വേര് സ്ട്രോങ് ആണെങ്കിൽ വൃക്ഷവും. വേര് ഉറച്ച് നിൽക്കുകയാണെങ്കിൽ കാറ്റടിച്ച വീഴുവോ? വേരില്ലെങ്കിൽ ഊതിയാൽ മതി, താഴെ വീഴും. പക്ഷെ ദേവദാരുവിൻ്റെ പ്രത്യേകത ഭയങ്കരമായിട്ട് വേര് സ്ട്രോങ് ആണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഫോർട്ട് കൊച്ചിയിലുള്ളവരോട് പറയുക, നമ്മുടെയും വേര് സ്ട്രോങ് ആണ്. നമ്മുടെ വേര് സ്ട്രോങ് ആണെങ്കിൽ ഏതൊക്കെ പ്രശ്നം വന്നാലും സങ്കീർത്തനക്കാരനെ പോലെ നീ പറയും, ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ നീ ഉറച്ചു നിൽക്കും. കാരണം നിന്റെ വേര് സ്ട്രോങ് ആയിരിക്കും. വേര് സ്ട്രോങ് ആയിരിക്കും. വേര് സ്ട്രോങ് ആണെങ്കിൽ ഓ റബ കതല റബല. പ്രൈസ് ഗോഡ്. വേരാഴത്തിൽ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് ഉപദേശം തന്നപ്പം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചു. കൊലോസ്യ ലേഖനം 2:6 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അടുത്തത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ എനിക്കിഷ്ടമാണ് അല്ലേ? നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടത് എനിക്കിഷ്ടമാണ്, കൂട്ടായ്മയിൽ നടക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അവനിൽ നിങ്ങൾ വേരൂന്നണം. ക്രിസ്തുവിൽ വേരൂന്നണം. വേരൂന്നിയാൽ എന്താ പ്രയോജനം? അടുത്തത്, ആത്മീക വർധന പ്രാപിക്കും. ഉപദേശിച്ചൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കും. നിന്റെ വായിന്ന് സ്തോത്രം പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഓ റബ ഹന്തലാരബല ഹരബലബല. Rooted in Christ. ക്രിസ്തുവിൽ വേരൂന്നുക. ലെബാനോനിലെ ദേവദാരുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത വേര് സ്ട്രോങ്. വേര് സ്ട്രോങ് ആയതുകൊണ്ട് റൂട്ട് കറക്റ്റ് ആണോ, ഫ്രൂട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചതാണ് റൂട്ടിൻ്റെ, വേരിൻ്റെ പ്രയോജനം. ഓർക്കുന്നുണ്ടോ? വേരിൻ്റെ പ്രയോജനം എന്തൊക്കെയാന്ന്? ആരാ പറഞ്ഞേ? വെള്ളം വലിച്ചെടുക്കും, പിന്നെ ഭക്ഷണവും വെള്ളവും. കേട്ടിട്ടില്ലയോ? വേരല്ലയോ ഭക്ഷണവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്നത്? ആണോ അല്ലയോ? ഈ വേര് എവിടെ നിൽക്കുമോ, വൃക്ഷം എവിടെ നിൽക്കുമോ അവിടുത്തെ വെള്ളവും ഭക്ഷണവും ലവണം അല്ലേ? ലവണം ഞങ്ങൾ അടൂരൊക്കെ പറയുന്നത്
വളം, മിനറൽസ്, ഇതെല്ലാം വലിച്ചെടുക്കും. വേരുള്ളിടത്ത് എന്തോ ഉണ്ടോ അത് വലിച്ചെടുത്ത് വൃക്ഷത്തിൽ കൊടുക്കും. വേരുള്ളിടത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വൃക്ഷത്തിൽ വരും. ഒരു സന്തോഷ വാർത്ത, നമ്മുടെ വേരെവിടാണ്? Come on! We are rooted in Christ. ഈ വേരുള്ളിടത്തുനിന്ന് വൃക്ഷത്തിനടുക്ക ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ ഇത് മൊത്തം കയറട്ടെ, വലിച്ചെടുക്കാനുള്ള കൃപ കൊടുക്കണേ എന്നോ ഒന്നും നീ പറയണ്ട. വേര് തന്നെ അത് വലിച്ചെടുത്തോ. നീയും ക്രിസ്തുവിൽ ആ വേരെങ്കി ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് വിശുദ്ധിയായിക്കോട്ടെ, ജ്ഞാനമായിക്കോട്ടെ, കൃപയായിക്കോട്ടെ, നിറവായിക്കോട്ടെ, അഭിഷേകമായിക്കോട്ടെ, കൃപാവരങ്ങളായിക്കോട്ടെ, രോഗശാന്തി ആയിക്കൊള്ളട്ടെ, വിടുതലുകളായിക്കോട്ടെ, ഇന്ന് പകലിലും യേശുവിന്റെ നാമത്തിൽ അത് മുഴുവനും ആ കൈ ഉയർത്തി ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ ഉള്ളതും മുഴുവനും. ഉറക്കെ പറ, ക്രിസ്തുവിലുള്ളത് മുഴുവനും. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് എന്നിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. വേണേ ഒരു ഹോംവർക്ക് കൂടെ തരാം. ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. വേണ്ട, സ്വത്രം പോയി. വേണ്ട. ഞാനൊരു 2-3 പറയാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള 2-3. അതല്ല, അതിൻ്റെ ഏറ്റവും ബേസിക്കാണ്. അതിനേക്കാൾ പവർഫുൾ സാധനമുണ്ട് ബൈബിളിൽ കേട്ടോ. എന്നാലൊരു 3 പറയാം. 1, ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പോകും. ആർ യു റെഡി ചർച്ച്? സഭ റെഡിയാണോ? ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ട്? 1, ക്രിസ്തുവിൽ പരാജയമില്ല. ക്രിസ്തുവിൽ എന്തില്ല? ഇനി ശ്രദ്ധിച്ചേക്കണം അടുത്ത പദം. ക്രിസ്തുവിൽ പരാജയമില്ലാത്തത് കൊണ്ട് ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്ന എൻ്റെ മേലും പരാജയം വെളിപ്പെടുകയില്ല. അല്ലേ? നിങ്ങൾ പറ, എവിടെങ്കിലും ക്രിസ്തു പരാജയപ്പെട്ടത് ബൈബിളിൽ കാണിക്കാമോ? ക്രിസ്തു പരാജയപ്പെട്ടില്ല. ആ ക്രിസ്തുവിലാണ് ഞാൻ വേരൂന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ മേലും പരാജയം നടക്കത്തില്ല. അയ്യോ ബ്രദറെ, അങ്ങനെ പറയല്ലേ. എൻ്റെ മേൽ മൊത്തം പരാജയമാണല്ലോ. ഞാൻ തൊട്ടത് പരാജയം, പോയത് പരാജയം, ചെന്നിടം പരാജയം, ഇരുന്നിടം പരാജയം, മൊത്തം പരാജയമാണല്ലോ. നവംബർ മാസം ഇന്ന് 17-ാം തീയതി വരെയുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നീ സത്യം കേട്ടത് കൊണ്ട് സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഇഫ് യു ബിലീവ് ഇൻ ദിസ് ട്രൂത്ത്, ഇന്ന് നിങ്ങൾ എന്നാ കേട്ടെ? ക്രിസ്തുവിൽ പരാജയമില്ലാത്തത് കൊണ്ട് എൻ്റെ മേലും പരാജയം വെളിപ്പെടുകയില്ല. ഉറക്കെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇന്നലെ വരെ കണ്ട പരാജയങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അയ്യോ പറ്റിപ്പോയി, തെറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചെന്ന് ഇനിയും ഒരിക്കലും പറയാൻ കഴിയാത്തതുപോലെ നിന്നെ ജയാളിയാക്കി നടത്താം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പച്ചന് തലയിൽ കഷണ്ടി ഉള്ളത് കൊണ്ട് കൊച്ചുമോനും എന്തോ വന്നു? കഷണ്ടി വന്നു. അപ്പച്ചൻ്റെ മൂക്ക് നീണ്ടതായതുകൊണ്ട് കൊച്ചുമോൻ്റെ മൂക്ക്. ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സകല മേലും പിശാചിട്ട പരാജയത്തിന്റെ സകല പരിപാടികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ.
കുടുംബങ്ങൾ സ്വതന്ത്രമാകുകയാണ്, വ്യക്തികൾ സ്വതന്ത്രമാകുകയാണ്, തലമുറകൾ സ്വതന്ത്രമാകുകയാണ്. ഇന്ന് പകൽ ഈ ഫോർട്ട് കൊച്ചിക്കകത്ത് ഒരു അസാധാരണമായ ആത്മാവിന്റെ അന്തരീക്ഷം വെളിപ്പെടുമ്പോൾ സകല പരാജയ മണ്ഡലങ്ങളും പൊളിയട്ടെ. പുതിയ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ജയോത്സവമായി വഴി നടത്തും. ആ വചനം എത്ര പേർ വിശ്വസിക്കുന്നു? അതുപോലെ വിശ്വസിക്കുന്നു. നമ്മളത് പറയാൻ പോവാ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞാൻ യേശുവിൻ നാമത്തിൽ ജയം കാണും, ജയം കാണും. വല്ലപ്പോഴുമല്ല, ജയം കാണും. ആരൊക്കെയോ ഇന്ന് പകൽ പറയുന്നു പരാജയം കണ്ടവർ, ആ എക്സാമിൽ പരാജയം കണ്ടവർ, ആ പഠനത്തിൽ പരാജയം കണ്ടവർ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നട്ടിരിക്കുന്ന സ്ഥലം ക്രിസ്തുവിലായതുകൊണ്ട്, എൻ്റെ വേര് ക്രിസ്തുവിലായതുകൊണ്ട്, ക്രിസ്തുവിലുള്ള ജയം എൻ്റെ ജയമായി എന്നിലേക്ക് വരികയാണ്. പ്രൈസ് ഗാഡ്. വേര് സ്ട്രോങ് ആണെങ്കിൽ വേരിലൂടെ ആ ഗ്രൗണ്ടിലുള്ളത് മുഴുവനും വൃക്ഷത്തിൽ വരുന്നു. അടുത്തത്, ക്രിസ്തുവിൽ രോഗമില്ലാത്തത് കൊണ്ട് നിന്റെ മേലും രോഗം വാഴുകയില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. ക്രിസ്തുവിൻ്റെ മേൽ രോഗമില്ലാത്തത് കൊണ്ട് എൻ്റെ മേലും വന്ന രോഗങ്ങൾ വാഴുകയില്ല, 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 വാഴുകയില്ല. ആ വേദനകൾ, ആ രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അത് വിശ്വസിക്കുന്നു? യെസ് ഓർ നോ? പ്രൈസ് ഗോഡ്. ആ രോഗത്തെ നിങ്ങൾക്ക് വേണേ അതിരുന്നോട്ടെ, കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ നീ പറയണം ഇത് യേശുവിൻ്റെ മന്ദിരമാണ്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നൂറുകണക്കിന് ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടാ. ഇനിയും എനിക്ക് യാത്രകൾ ചെയ്യണം, ഇനിയും എനിക്ക് ശുശ്രൂഷിക്കണം, ഇനിയും എനിക്ക് ജോലി ചെയ്യണം, ഇനിയും എനിക്ക് സഭയെ സപ്പോർട്ട് ചെയ്യണം, ഇനിയും എനിക്ക് ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ക്രിസ്തുവിൽ രോഗമില്ലാത്തത് കൊണ്ട് എൻ്റെ മേലും രോഗം വാഴുകയില്ല. ഏതെങ്കിലും മീറ്റിങ്ങിന് പോകാൻ നേരത്തെ യേശു പറഞ്ഞു, ഇന്ന് എനിക്ക് കാല് മുട്ടുവേദന ആയതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് 2 ദിവസം കഴിഞ്ഞ് നടത്താം. അങ്ങനെ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ മേൽ വെളിപ്പെട്ട അതേ ആരോഗ്യം, ദൈവികാരോഗ്യം. എല്ലാവരും അപ്പം അതൊന്ന് പറഞ്ഞിട്ട്, ദൈവികാരോഗ്യം, ഡിവൈൻ ഹെൽത്ത്, ദൈവികാരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ പാരമ്പര്യമായി കാലാവസ്ഥയിലൂടെ, രോഗാണുവിലൂടെ, രോഗബീജത്തിലൂടെ എന്നെ തകർത്ത് കളയാ പിശാചിട്ടിരിക്കുന്ന അവന്റെ രോഗത്തെ ഇപ്പോൾ ഞാൻ കുടഞ്ഞു കളയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലുള്ള ദൈവികാരോഗ്യത്തെ ഇപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. പാരമ്പര്യമായി കാലാവസ്ഥയിലൂടെയും രോഗാണുവിലൂടെയും രോഗബീജങ്ങളിലൂടെയും എൻ്റെ ശരീരത്തിൽ കയറിയ രോഗത്തിന് എൻ്റെ മേൽ വാഴുവാൻ അധികാരം ഇല്ല. എൻ്റെ മേൽ ദൈവികാരോഗ്യം എന്നേക്കുമായി ഇരിക്കുന്നു. അതഴിയട്ടെ.
അഴിഞ്ഞു മാറട്ടെ. രോഗചങ്ങലകൾ അഴിയട്ടെ. ഒരു സൈക്കിള് പോലെ കൂടെ കൂടെ വരുന്നത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ്. എൻ്റെ പപ്പ മരിച്ചത് അറിഞ്ഞായിരുന്നല്ലോ പാസ്റ്റർ. 2020 എൻ്റെ പപ്പ മരിച്ചു. എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്തയാള് ജനിച്ചപ്പോൾ അവൻ്റെ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. 2012 6 ലക്ഷം രൂപ മുടക്കി ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജനിച്ചു 3-ാം ദിവസം ഞങ്ങൾ കേട്ടത് അങ്ങനെയാണ്. ഞങ്ങൾ അന്ന് ഒത്തിരി ഭാരപ്പെട്ടു. അന്ന് ഒത്തിരി ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ അടുത്ത മാസം 1 മാസം കഴിയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. 3 ആഴ്ച കഴിഞ്ഞ് ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പുറകിൽ ഇരിക്കുമ്പോൾ അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞൊരു വാക്യം, പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണെങ്കിലും അന്ന് അതൊരു ജീവനായി എൻ്റെ മേലിറങ്ങി. ആ വചനം ഇങ്ങനെയായിരുന്നു: അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. എന്നിട്ട് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു: നിന്റെ ശരീരത്തിൽ നടക്കേണ്ട ഓപ്പറേഷനാണ് കാൽവറിയിൽ നടന്നത്. സിമ്പിളായിട്ട്, നിന്റെ ശരീരത്തിൽ നടക്കേണ്ട ഓപ്പറേഷനാണ് കാൽവറി നടന്നത്. ഒരു രോഗത്തിന് 1 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്താൽ മതി, നല്ല ഡോക്ടറാണെങ്കിൽ, റൈറ്റ്? 1 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്താൽ മതി. അത് ഓൾറെഡി 2000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നടന്നു? കാൽവറിയിൽ നടന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക്. അന്ന് തൊട്ട് ഹാർട്ടെ കൈവച്ച് പറയാൻ തുടങ്ങി: യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഈ ഓപ്പറേഷൻ കാൽവറിയിൽ നടന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ ഈ ശരീരത്തിൻ്റെ മേൽ ഓപ്പറേഷൻ നടക്കത്തില്ല. ഈ വിഷയത്തിൻ്റെ ഓപ്പറേഷൻ കാൽവറിയിൽ നടന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുമ്പോൾ എന്തൊരു പൊട്ടത്തരവോ അല്ലേ? അതാണ് 1 കൊരിന്ത്യർ 1:18 പറയുന്നത്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, പക്ഷെ വിശ്വസിക്കുന്ന നമുക്ക്. അപ്പോൾ ഇത് കേട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് ഡോക്ടർ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ, എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു നമുക്ക് അമൃത ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. അങ്ങനെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ വരുന്ന വഴിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു: അവൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് വചനം പറയുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കാൽവറിയിൽ നടന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിൽ ഡോക്ടറിൻ്റെ കത്തി തൊടത്തില്ല. അമൃത ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ മഹേഷ് കുഞ്ഞിനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു: ഈ കുഞ്ഞിന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നമുണ്ട്. നിങ്ങളുടെ പഴയ റിപ്പോർട്ട് പറയുന്നത് പോലെയാണ് വിഷയം. എന്നാൽ ഞാനിപ്പോൾ എക്കോ എടുത്ത് നോക്കിയപ്പോൾ എക്കോ റിപ്പോർട്ടിനകത്ത് കാണുന്നത് ഇതിനകത്തൊരു അത്ഭുതം നടക്കുന്നുണ്ട്. ഡോക്ടറുടെ ഭാഷയാ, അത്ഭുതം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പമൊന്ന് വെയിറ്റ് ചെയ്യാം. അയ്യോ, നമുക്ക് ഭയങ്കര സന്തോഷമായി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം അതേ വാക്ക് ഞങ്ങൾ പറഞ്ഞു: കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ അത്ഭുതമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ അത്ഭുതം അത് ഓപ്പറേഷനുകൾ മാറ്റുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വീട്ടിലേക്ക് പോയി അടുത്ത മാസം വീണ്ടും അത്രയും സമയം കിട്ടിയല്ലോ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പറഞ്ഞു, കൈവച്ചു പറഞ്ഞു: അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു. ഇതിൻ്റെ മേൽ ഓപ്പറേഷൻ നടക്കത്തില്ല, അതിനെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൽപ്പിച്ച് പ്രാർത്ഥിച്ച് അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് വന്നു. പൊടിക്കുഞ്ഞല്ലേ, കൊണ്ടുവന്നല്ലേ പറ്റൂ. കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ മാസത്തിനേക്കാൾ ഇമ്പ്രൂവ് ഉണ്ട്, അടുത്ത മാസം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഓരോ മാസവും കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയും അടുത്ത മാസം. ചുരുക്കി പറഞ്ഞാൽ 7-8 മാസങ്ങൾക്ക് ശേഷം ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ കൊണ്ട് സാധ്യമാകത്തുള്ളെന്ന് പറഞ്ഞത് അല്ലാതെ തന്നെ സൗഖ്യമായതുകൊണ്ട്
നമ്മൾ ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്ത്? അങ്ങനെയാണേ ഈ 12-ാം പകൽ ഒരു ദൂത് പറയാൻ വേണ്ടിയവർ പിടിച്ചോണം. ചില ഓപ്പറേഷനുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാ. ഓ, എന്തോ ഒരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ. യെസ് യെസ്. ആ ഹോർമോണുകൾ നോർമലാകുന്നു. ഞരമ്പുകളിലെ പ്രശ്നങ്ങൾ സൗഖ്യമാകുന്നു. ആ ബ്ലഡിനകത്തേക്ക് ദൈവശക്തി ഇറങ്ങുന്നു. യൂട്രസിനകത്തേക്ക് ദൈവശക്തി ഇറങ്ങുന്നു. കിഡ്നിയുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ഹാർട്ടിന്റെ ബ്ലോക്കുകൾ സൗഖ്യമാകുന്നു. ആരെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുന്നു. അടുത്ത 30 സെക്കൻഡ് കരമടിച്ച് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. തൈറോയിഡുകൾ സൗഖ്യമാകുന്നു. തൈറോയിഡുകൾ സൗഖ്യമാകുന്നു. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നീ പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ സൗഖ്യം നടക്കുക. പ്രാർത്ഥിച്ചോ. അത്ഭുത സൗഖ്യങ്ങൾ. ഒന്ന് കൈ ഉയർത്തി പറയാൻ പറ്റുമോ? അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ദിവ്യാരോഗ്യം എൻ്റെ ഉച്ചി തൊട്ട് ഉള്ളങ്കാലുവരെ ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്നു. കരമടിച്ചാമേ. ഭയങ്കര സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പോവാ പാസ്റ്ററെ. ഭയങ്കര സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാൻ പോകും. ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് ലഭിക്കും എന്ന ഉറപ്പുള്ളവർ yes shabatarabaladabarialaba hallelujah. അടുത്തത് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ക്രിസ്തുവിൽ ഇല്ലാത്തൊരു കാര്യമാണ് ശൂന്യത. അവൻ തന്നെ ഒഴിച്ചു ക്രൂശിൽ. പക്ഷെ അതുവരെ നിറവായിരുന്നു എല്ലായിടത്തും. അല്ലേ? നിറവല്ലയോ? ഒരു പടകിലിരുന്നാൽ അതിനെ എന്തോ ചെയ്യും? പ്രൈസ് ഗോഡ്. അവൻ പോകുന്നിടത്തൊക്കെ നിറവാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് പോഷിപ്പിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. എഫെസ്യ ലേഖനത്തിൽ പറയുന്ന അവൻ ദൈവത്തിൻ്റെ നിറവാണ്. അവനിൽ നിന്ന്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശു എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി ഉത്തരങ്ങൾ പറയാനുള്ളതിനകത്തൊരു ഉത്തരമാണ് നമ്മളെ ആത്മാവിൽ നിറയ്ക്കാനാ വന്നത്. എഫെസ്യ ലേഖനം 6:18 പറയുന്ന ആത്മാവിൽ നിറയുക. അവരിരുന്നിരുന്ന വീട് മുഴുവനും, അപ്പോസ്തലപ്രവൃത്തി 1:2, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഒരു നിറവാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു നിറവാണ്. നിങ്ങളുടെ അഭിഷേകത്തിൽ ഒരു നിറവാണ്. നിങ്ങളുടെ കൃപയുടെ മേലൊരു നിറവാണ്. ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രം ടാപ്പിന്റെ ചൂട്ടിൽ, ടാപ്പിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ ആ പാത്രം നിറയുന്നത് പോലെ ഇന്ന് പകൽ ഫോർട്ട് കൊച്ചിയിൽ ഓരോ നിറവിൽ നിന്നും നിറച്ചെടുക്കുന്ന പകലായി മാറട്ടെ.
ക്രിസ്തുവിൽ ശാപമില്ല. ഉണ്ടോ? അവൻ നമുക്ക് വേണ്ടി ശാപമായി. ക്രിസ്തുവിൽ ശാപമില്ല. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ മേലും ശാപം വരികയില്ല. എല്ലാ ശാപങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതൂടെ ഇന്ന് പകൽ പൊട്ടിമാറി കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്ന പകലാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ എത്ര പേർ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? അവന്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ. അപ്പം വേരിൽ എന്തുണ്ടോ അത് വൃക്ഷത്തിൽ വരുന്നത് പോലെ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലുള്ളത് മുഴുവനും എൻ്റെ മേൽ വെളിപ്പെടുന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ എത്ര പേർ കൊതിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിലുള്ളത് മുഴുവനും എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ശുശ്രൂഷയിലും ഒന്ന് വെളിപ്പെടണമെന്ന് കൊതിയുള്ളവർ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിലുള്ളത് മുഴുവനും എൻ്റെ മേലൊന്ന് നിറവേറണമെന്ന്, എൻ്റെ മേലൊന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ആ നിറവ് വെളിപ്പെടുന്ന പകലാണ്. അദരബല ഹദുരപ്രഭ ദിയാരബല ചിലരുടെ മേൽ കൃപാവരങ്ങളുടെ ഒരു നിറവ്, ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു നിറവ്, ചിലരുടെ മേൽ ദൈവകൃപയുടെ ഒരു നിറവ്, ചില കുടുംബങ്ങളുടെ മേൽ അത്ഭുതത്തിന്റെ ഒരു നിറവ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദേവദാരുവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതിനെ നട്ടത് ദൈവമാണ്. 2, അതിൻ്റെ വേര് ആഴത്തിൽ ഇറങ്ങിയതാണ്. വേരൂന്നി ഉറച്ചു നിൽക്കുന്ന വൃക്ഷമാണ് ദേവദാരു. വൃക്ഷം വേര് ഉറപ്പോടെ നിൽക്കുന്ന വൃക്ഷമാണ്. അതുകൊണ്ടാണ് ആ കാറ്റടിക്കുമ്പോൾ, ആ പ്രശ്നമുണ്ടാകുമ്പോൾ, ആ വെല്ലുവിളി വരുമ്പോൾ വൃക്ഷം സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഇന്ന് പകലും ഇതിനകത്ത് നിൽക്കുന്ന നിന്നെ തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും ഉറപ്പോടെ ഒത്തിരി വെല്ലുവിളികൾ വന്നതാ അല്ലേ? ഒത്തിരി പ്രശ്നങ്ങൾ വന്നതാ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് സൗദി അറേബ്യയിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുമ്പം പപ്പായ്ക്ക് ഒരു വിസ ഉള്ളത് മൾട്ടിപ്പിൾ വിസയായിരുന്നു. ആ വിസ കൊണ്ട് അവരുടെ കമ്പനി പല രാജ്യങ്ങളിലേക്ക് വിടും. ബഹ്റിനിലും കുവൈറ്റിലും ജോർദാനിലും ഇങ്ങനെ സൗദിയുടെ അടുത്തുള്ള രാജ്യങ്ങളിൽ. പാസ്റ്റർ പറഞ്ഞതുപോലെ പോയിട്ട് വരുമ്പോൾ 5, 10, 2, 3 കിട്ടാവുന്നിടത്തോളം ബൈബിളുകൾ സൗദിയിലെത്തിച്ചു. ഏതാണ്ട് 100 കണക്കിന് ബൈബിൾ പപ്പ സൗദിയിലെത്തിക്കാൻ ദൈവം ഭാഗ്യം. ഒരു പ്രാവശ്യം ബഹ്റിനിൽ നിന്ന് ഒരു 27 ബൈബിളുമായി പാസ്റ്റർക്കും എനിക്കും ഒക്കെ പരിചയമുള്ള ഒരു ചർച്ചാണ്. ആ ചർച്ചിൽ നിന്ന് ഒരു 27 ബൈബിൾ എൻ്റെ പപ്പായുടെ കയ്യിൽ അവർ കൊടുത്തു വിട്ടു. വരുന്ന വഴിക്ക് സൗദി ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹനം പരിശോധിച്ചു. ഏതോ ഒരു രഹസ്യ നിർദ്ദേശം ലഭിച്ചതുപോലെ വാഹനത്തിൻ്റെ അകത്തിരുന്ന 27 ബൈബിളും പോലീസ് പിടിച്ചു. ദേവദാസൻ പറയുന്ന പോലെ അന്നത്തെ സമയത്ത് ബൈബിളുമായി ഒരാളെ പിടിച്ചാൽ കൈവെട്ടാനും കഴുത്തു വെട്ടാനും ജയിലിലിടാനും ഒക്കെ നിയമം ഉള്ള സമയത്ത് 27 ബൈബിളുമായി പിടിച്ചു. ചോദ്യങ്ങൾ ചെയ്തു. പപ്പ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ 2 കൈയിൽ മാത്രമല്ല അറസ്റ്റ് വെക്കുന്നത്, ശരീരം മുഴുവനും വിലങ്ങ് വെക്കും. ശരീരത്തെ മൊത്തം ചങ്ങലയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയൊരു വിലങ്ങുമായി പോലീസ് വരുമ്പോൾ ആരും സഹായത്തിനില്ല. ആരോട് പറയാനാ? പപ്പ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ നിന്നുകൊണ്ട് ഉള്ളിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഒരു അത്ഭുതം ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് കേൾക്കണോ? അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർ തമ്മിൽ വാക്കുതർക്കമായി, അവർ തമ്മിൽ ഉന്തും തെള്ളുമായി. ഒടുവിൽ അവർ വിലങ്ങെടുത്ത് നിലത്തടിച്ചിട്ട് അവർ പോയി. പപ്പയെ തൊടാൻ ദൈവം അനുവദിച്ചില്ല.
Shabaraba Sihalaba. Thank you, Jesus. തൊടാൻ ദൈവം അനുവദിച്ചില്ല. ആ വിലകെടുത്ത് നിലത്തിട്ടിട്ട് അവർ പോയി. ആ സമയത്ത് അന്നത്തെ കാലത്ത്, ഇന്ന് പാസ്റ്റർ പറയുന്ന പോലെ ഇന്ന് അത്ര പ്രശ്നമില്ല. അന്ന് മതത്തിൻ്റെ പോലീസ് എന്ന് പറയുന്ന മുത്തപ്പമാരെന്ന് പറയുന്ന ഒരു വർഗം പോലീസ് അവിടെ ഉണ്ട്, സൗദിയിലുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വന്ന് എൻ്റെ പപ്പായെ ചോദ്യം ചെയ്തു. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞുകൊണ്ട് അവരുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോയി. വിലങ്ങ് വെക്കാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ ജയിലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ പപ്പായുടെ ബോധം പോയി. മയങ്ങി. ജയിലിനകത്ത് മയക്കം തെളിഞ്ഞപ്പം 10-30 കുറ്റവാളികളുള്ള ഒരു ചെറിയ മുറിക്കകത്ത് താനും അകപ്പെട്ടു. രാത്രിയായി. കടലിൽ നിന്ന് അടിക്കുന്ന തണുത്ത കാറ്റ് പപ്പ വിറയ്ക്കാൻ തുടങ്ങി. ഒരു കമ്പിളി കൊണ്ടുവന്ന് പപ്പയ്ക്ക് ഇട്ടുകൊടുത്തു, പുതച്ചു. തണുപ്പ് മാറി. പക്ഷെ ദേഹത്തിലൊക്കെ ഏതാണ്ടൊക്കെ എഴയുന്നത് പോലെ, ചൊറിയുന്നത് പോലെ തോന്നി. കുറ്റവാളികളെ പുതപ്പിക്കുന്ന മൂട്ടയും പേനും ഒക്കെ ഉള്ള ഒരു പുതപ്പ കൊടുത്ത് അതെടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രാർത്ഥിച്ചു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദാനിയേലിൻ്റെ ദൈവം അന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്തു. അന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്തു. തൻ്റെ അറബി മൈലുകളുടെ അപ്പുറത്ത് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സുബോധം നഷ്ടപ്പെട്ട് തൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, പാസ്റ്റേ, മാത്യു എന്നാണ് എൻ്റെ പപ്പയുടെ പേര്, മാത്യുവിനെ എത്രയും വേഗത്തിൽ പുറത്തു കൊണ്ടുവരണം, എത്ര രൂപ നഷ്ടമായാലും കുഴപ്പമില്ല. ആ അറബി അന്ന് രാത്രിയിൽ ആ ജയിലിലേക്ക് വന്നു, അധികൃതമായി സംസാരിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ പാസ്റ്റേ? അന്ന് രാത്രി തന്നെ, കർത്താവിൻ്റെ കൃപയാൽ അന്ന് രാത്രി തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ ആ ജയിലിൽ നിന്ന് പപ്പയെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഭാഗ്യം. Yes. Hudarabalaba. അന്ന് തന്നെ പുറത്തു വന്നു. തിരിച്ചു പോകുമ്പം ഒരു പേപ്പറിൻ്റെ കോപ്പി കൊടുത്തു. അതിനകത്ത് 18ഓളം കേസുകൾ. അതിനെപ്പറ്റി വായിച്ച് അറിഞ്ഞ് പറഞ്ഞ ആളുകൾ ഇങ്ങനെയാണ് പറഞ്ഞത്: 15 വർഷമെങ്കിലും എടുക്കും ഈ കേസ് മുഴുവനും തീരാൻ. 15 വർഷം കഴിയാതെ നിനക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല ഈ കേസുണ്ടെങ്കിൽ. ശരിയാണ്, കേസുണ്ടെങ്കിൽ അവിടുന്ന് കയറ്റിവിടത്തില്ല, അവിടെ കുരുങ്ങി പോകുമെന്ന് തോന്നി. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 18 15 വർഷമെങ്കിലും സൗദി കഴിയേണ്ട കേസ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ദൈവസഭ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ പഠിക്കുകയാണ്. അവിടെയുള്ള എൻ്റെ അധ്യാപകരും എൻ്റെ സഹവിദ്യാർത്ഥികളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കളോട് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? 18 വർഷമെങ്കിലും 15 വർഷമെങ്കിലും കുറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞ കേസിനെ 15 ദിവസം കൊണ്ട് ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. We serve a mighty God. ഈ 12ാമത്തെ പകലിലും ഇതിനകത്തിരിക്കുന്ന ആരുടെയൊക്കെ മേൽ പിശാച് ഒരുക്കുന്ന കള്ള കേസുകളെ, കള്ള കുരുക്കുകളെ അഴിച്ച ഒരു വലിയ വിടുതൽ ചിലതിന്റെ മേൽ ദൈവം പകരുന്ന പകലാണ്. കേസുകൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുക കേട്ടോ. വർഷങ്ങളായി കിടക്കുന്ന ചില കുരുക്കുകളെ ദൈവം അഴിക്കുന്നെന്ന് ഇന്ന് പകലിൽ നിന്റെ ഭാവിക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകളുടെ ഭാവിക്കെതിരെ ആ കെട്ടിയ കുരുക്കിനെ വേണ്ട ഈ ഉപവാസത്തിന്റെ 12ാമത്തെ പകലിൽ ആർക്കും അഴിക്കാൻ വയ്യാത്ത കുരുക്കിനെ ദൂതനെ ഇറക്കി എന്റെ ദൈവം അഴിച്ചു മാറ്റുകയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിനകത്ത് ഭയങ്കര സാക്ഷ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകും. ചില കുടുംബങ്ങൾക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന രേഖകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. യെസ്, കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാൽ 15 വർഷം കൊണ്ട് നേരത്തുള്ളതെന്ന് പറഞ്ഞ കേസിനെ കർത്താവ് 15 ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു. കർത്താവ് അത്ഭുതം ചെയ്തു. പല പ്രാവശ്യം നാട്ടിൽ വരാനും പിന്നീട് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ ആരാധിക്കാനും ഒക്കെ
ദൈവം ഭാഗ്യം തന്നു. എന്നാൽ 2020 എൻ്റെ പപ്പ ശരീരത്തിൽ അല്പം ബലഹീനത വന്നു. ആ സമയത്ത് പപ്പ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എനിക്ക് പോകാൻ സമയമായി. അങ്ങനെ പപ്പ മരിച്ചേ. മരിക്കുന്നതിന് തൊട്ട് ആഴ്ച മുമ്പ് ഒരാൾ കാണാൻ വന്നപ്പം പറയുകയാണ്, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചത് ഞാൻ കണ്ടു, ഞാൻ പോകുകയാണ്, നിങ്ങൾ ഭാരപ്പെടണ്ട. അങ്ങനെ വിശ്വാസമുള്ളൊരു പിതാവായിരുന്നു എൻ്റേത്. ഹല്ലേലൂയ. അങ്ങനെ താൻ മരിക്കുവാനിടയായി. ഇന്ന് പകലും ചില കുടുംബങ്ങൾക്കെതിരെ പിശാച് എഴുതിയ സകല കുരുക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ച് കർത്താവ് ഈ ജനത്തിൻ്റെ മേൽ വലിയൊരു വിടുതലിനെ പകരുന്ന പകലാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഓ താങ്ക് യു ലോർഡ്. ഞാൻ കാണുന്നു ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യവും ദൈവമഹത്വം ഇറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേവദാരുവിന്റെ 1-2 പ്രത്യേകതകളോട് പറഞ്ഞോട്ടെ. ഓക്കെ ആണോ? കേൾക്കാൻ റെഡിയാണോ? ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ദേവദാരുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത യഹോവ നട്ടതാണ്. രണ്ടാമത്തേതോ വേര് ആഴത്തിൽ ഇറക്കുന്ന വൃക്ഷങ്ങളിൽ ഒന്നാണ് ദേവദാരു. ഇനിയും ഈ ദേവദാരുവിനെ പറ്റി പറയുന്നത് ഇതിൻ്റെ യൂണിറ്റി ഭയങ്കരമാണ്. യൂണിറ്റി, ഐക്യത. ഈ വൃക്ഷത്തിൻ്റെ അടുത്ത് ഒരാൾ ഒരു വൃക്ഷം വീഴാൻ പോകുന്നു തോന്നിയാൽ ഇതിൻ്റെ ബ്രാഞ്ചേലം കാണാം, ഇതിൻ്റെ ശാഖേലങ്ങാണമാണ് ഇത് നിൽക്കുന്നതെങ്കിൽ അത് താങ്ങി നിർത്തുമെന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. താങ്ങി നിർത്തും. അടുത്തുള്ളവർ പറഞ്ഞിട്ട്, അടുത്തിരിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് താങ്ങി നിർത്തുക. താങ്ങി നിർത്തും. ഒരു തള്ളൂടെ കൊടുക്കുവല്ല, താങ്ങി നിർത്തും. ദേവദാരു പറയുന്നൊരു കാര്യം, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളവരെ ഈ തലമുറയിൽ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. വീഴാൻ നിൽക്കുന്നവനെ ഒരു ചവിട്ടൂടെ കൊടുത്ത് വീഴ്ത്തുന്നവരെ അല്ല. ഞങ്ങൾ ഇവിടെ ഉണ്ട് പാസ്റ്ററെ, ഭാരപ്പെടണ്ടെന്ന്. അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക, സഭ വളരും. പ്രൈസ് അല്ലോ. ചില സഭകളിൽ പാസ്റ്റർ ചിരിച്ചാ പ്രശ്നം, കരഞ്ഞാ പ്രശ്നം, മിണ്ടിയാ പ്രശ്നം, മിണ്ടിയില്ലേ പ്രശ്നം, ഇരുന്നാ പ്രശ്നം, ഇരുന്നില്ലേ പ്രശ്നം. എന്നാൽ ഫോർട്ട് കൊച്ചിയിലുള്ളവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവർ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നവരാണ്, ഐക്യതയോടെ നിൽക്കുന്നവരാണ്. എവിടെ ഐക്യത വെളിപ്പെടുമോ അല്ലേ, അവിടെയാണ് വളർച്ചയുണ്ടാകുന്നത്. പ്രൈസ് ഗോഡ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ അതാ കാണുന്നത്. ആദിമ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഐക്യത. അവരാത്മാവിൽ ഒരുമിച്ചു ഇല്ലേ. അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് അവർ ഒരുമനപ്പെട്ടു. എല്ലാവരും പറഞ്ഞിട്ട് എന്നാ പെട്ടു? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഒരിക്കലും ഒരു ദൈവദാസൻ പ്രസംഗിച്ച് പറഞ്ഞത് അത് വല്ലാത്തൊരു മനയാണ്, ഒരുമന. പക്ഷെ ഒരുമന വന്നപ്പോഴാണ് അഭിഷേകം ഇറങ്ങിയത്. ഒരുമന വന്നപ്പോഴാണ് അവരിരുന്ന സ്ഥലം കുലുങ്ങിയത്. ഒരുമനപ്പെട്ടപ്പോഴാണ് കോടതികളും വിധികളുമെല്ലാം മാറിപ്പോയത്. ഒരുമനപ്പെട്ടപ്പോഴാണ് കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങിയത്. ഒരുമനപ്പെട്ടപ്പോഴാണ് പത്രോസ് പുറത്തു വന്നത്. ഒരുമനപ്പെട്ടപ്പോഴാണ് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. ഈ ചർച്ചിൻ്റെ മേൽ ഐക്യതയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് അടുത്തൊരു തലത്തിലേക്ക് വീണ്ടും കയറ്റി ഒരുമിച്ച് നിൽക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ. ഞാൻ പറയുന്ന എത്ര പേർ കേൾക്കുന്നുണ്ട്? ദേശങ്ങളെ പിടിക്കാൻ. ഹല്ലേലൂയ. ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ പലകകൾ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കും. എന്നാ കാരണമെന്ന് ചോദിച്ചാൽ, അതിനകത്തിരിക്കുന്ന വിളക്ക് കെടാതിരിക്കേണ്ടതിന്. മരുഭൂമിയിൽ കാറ്റടിക്കുമ്പോൾ പൊടിയും കാറ്റും ഈ പലക അകന്നു നിന്നാൽ അതിനകത്തൂടെ അകത്ത് കയറി വിളക്ക് കെട്ടുപോകും. എന്നാൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പൊടിയും ഒരു കാറ്റും അകത്ത് കയറുകയില്ല.
ഇല്ല 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 ഇല്ല. യെസ്. ഓ റബാബാബ. അഭിഷക്തന്മാർ ഒരുമിച്ച് നിൽക്കട്ടെ, ദൈവദാസന്മാർ ഒരുമിച്ച് നിൽക്കട്ടെ, ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കട്ടെ, സഭ ഒരുമിച്ച് നിൽക്കട്ടെ. ദൈവം കത്തിച്ചിരിക്കുന്ന ദീപത്തെ കെടുത്താൻ ഒരു ശക്തിക്കും. ഹല്ലേലൂയ. ഐക്യത. ദേവദാരുവിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന അടുത്ത കാര്യമാണെന്ത്? ഒറ്റക്കാരിലൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേവദാരുവിൻ്റെ മറ്റൊരു പ്രത്യേകത, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ആയുസ്സുള്ള ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, ഒത്തിരി ആയുസ്സുള്ള. ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, ഞാൻ കണ്ടിട്ടില്ല. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒലിവ് വൃക്ഷം ഇന്നും അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഒലിവിന് ഭയങ്കര ആയുസ്സാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒലിവിന് ഭയങ്കര ആയുസ്സാണ്. ഈ നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പം പ്രാവ് വന്ന് എന്താ കൊണ്ടുവന്നേ? ഒലിവിൻ്റെ ഇല. വെള്ളപ്പൊക്കം ഉണ്ടായി സകലത് നശിച്ചു പോയിടത്തും ഒലിവിൻ്റെ ഇല അവിടെ കിടന്നു. ബൈബിൾ പറയുന്നു, നിന്റെ തലമുറ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. Praise God. അവരെ മുക്കിക്കളയാൻ വരുന്ന സകല ന്യായവിധിയുടെ വെള്ളങ്ങളെയും ജയിച്ച് തലമുറകൾ എഴുന്നേറ്റ് വരുന്നൊരു സീസൺ ആയിരിക്കട്ടെ. ഫോർട്ട് കൊച്ചി ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഡെലിവറൻസ് ചർച്ചിനോട് പറയുന്നു, അടുത്തൊരു തലമുറയെ പിടിക്കാൻ ആചാര ധനാരിയ അടകമന ധിരാരിയാലവ തലമുറകളെ തൊടുന്ന ഒരു അഭിഷേകം. തലമുറകളെ തൊടുന്ന ഒരഭിഷേകം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. നിന്റെ തലമുറകൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ നിമിത്തം അനേക തലമുറകൾ വിടുവിക്കപ്പെടും. അനേക തലമുറകളെ പുറത്തു കൊണ്ടുവരാൻ നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും. പട്ടണങ്ങളെ തിരിക്കുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന തലമുറകൾ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. അതരപ്രഭാ ദിഗൽഖമന ഹംദല ജഗല ഘടകജന അർത്ഥനപ്രഭാ ജഗല ഘടകജ. തലമുറകളുടെ മേലുള്ള ശാപങ്ങളെ, എല്ലാ കെട്ടുകളെ കർത്താവിന്റെ മകൻ അഴിക്കട്ടെ. യേശുവേ റബാധ രാജാല റബാദിയാലബ. ഒഫ്നിയും ഫിനെഹാസും ആത്മീയമായി അധപ്പതിച്ചെടുത്ത് ദൈവശബ്ദം കേൾക്കാൻ ഒരു ശമൂവേൽ എഴുന്നേറ്റ് വന്നതുപോലെ ഈ എറണാകുളത്തിന്റെ മണ്ണിൽ, ഈ കൊച്ചിയുടെ മണ്ണിൽ അല്ല, നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് ആമേൻ നശിക്കുന്നവരുടെ ഇടയിൽ ഒരു ദൈവശബ്ദമായി, ദൈവശബ്ദം കേൾക്കുന്ന തലമുറയായി, ദൈവശബ്ദം പറയുന്ന തലമുറയായി ചില ശമൂവേൽമാരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ ആയുസ്സുള്ള ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ ദേവദാരുവിൻ്റെ ആയുസ് എത്രയാണെന്ന്? ദേവദാരുവിൻ്റെ ആയുസ് 800 മുതൽ 1000 വർഷമാണ്. എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിച്ചാട്ടെ, എത്രയാണ്? 800 മുതൽ. അതുകൊണ്ടാണ് ശലോമോൻ ദേവാലയം പണിതപ്പോഴേ ശലോമോൻ ഡിമാൻഡ് ചെയ്ത വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ, ആ വാക്യം ഒന്ന് വായിക്കാമോ? 2 ക്രോണിക്കൽസ്, ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം
2-ാം അധ്യായം 8ഉം 9ഉം വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ലെബാനോനിൽ നിന്ന് ദേവദാരുവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരേണം. നിന്റെ വേലക്കാർ ലെബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരെന്ന് എനിക്ക് അറിവുണ്ട്. എനിക്ക് വേണ്ടുവോളം മരം ശേഖരിക്കുവാൻ എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഇരിക്കും. ഞാൻ പണിയുവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവുമായിരിക്കണം. ആമേൻ. ശലോമോൻ പറയുക, ഞാൻ പണിയുന്ന ആലയം എങ്ങനത്തെയാണ്? വലിയതും അത്ഭുതകരവുമായിരിക്കണം. ആമേൻ. പണികളൊക്കെ കയറി വരുന്നല്ലോ പാസ്റ്ററേ, പണികളൊക്കെ കയറി വരുന്നു. അത്ഭുതകരമായത്, വലിയതായത് ചിലത് കർത്താവ് തരാൻ പോകുകയാണ്. അത് കാർ പാർക്കിംഗ് ഉൾപ്പെടെ ഉള്ളത് തരുത്തില്ലെന്ന് പറയുന്നതിന്റെ നടുവിൽ, നിർത്തത്തില്ലെന്ന് പറയുന്നതിന്റെ നടുവിൽ മനോഹരമായത്, അത്ഭുതമായത്. ഓ, പ്രൈസ് ദി ലോർഡ്. ആ ദാവീദിനും ശലോമോനും ഒക്കെ ദൈവം കൊടുത്ത ആ വെളിപ്പാട് കണ്ടോ? പെട്ടിക്കട പോലെ ഒരെണ്ണം പണിയണമെന്നാണോ പറഞ്ഞേ? പണിയാണേ നല്ലത് പണിയാണ്, അല്ലേ പാസ്റ്ററേ? പണി അടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാട്ടാ, മറ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ടില്ല, ഇത് പറയണം. പണിയാണെങ്കിൽ അത്ഭുതമായിരിക്കണം, വലിയതായിരിക്കണം. ഒരു കാര്യം ചെയ്യേ, ആലയം പണിയല്ലേ, കുറെ ഓമത്തണ്ട് കൊണ്ടുവരാനാണോ പറഞ്ഞത്? ഓമയെന്ന് പറഞ്ഞാൽ അറിയാമോ? പപ്പായ. പെട്ടെന്ന് നശിച്ചു. പക്ഷേ ശലോമോൻ പറയുക, എനിക്ക് ദേവദാരു വേണം. കാരണം ഇത് വർഷങ്ങൾ കടന്നോളും, തലമുറകൾ കടന്നോളും. ഈ നമ്മുടെയൊക്കെ വീടുകളിൽ സസ്യങ്ങളും തെങ്ങും വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുള്ളവർക്കറിയാം. ഞങ്ങളുടെ അടൂരൊക്കെ പറയാറുണ്ട്, ചെല്ലി തിന്നു, വണ്ടു തിന്നു, കൃമി കീറി. കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? വൃക്ഷങ്ങളെ നശിപ്പിച്ചു കളയും. ചില ഇൻഫെക്ഷനുകൾ, ചില പ്രാണികൾ, ചില വൈറസുകൾ, ഇത് വൃക്ഷങ്ങളെ തകർത്ത് കളയും. വലിയ കൊതിയോടെ കൊണ്ട് നട്ടേ, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ ദേവദാരുവിനും ഇങ്ങനത്തെ അറ്റാക്കുകൾ ഉണ്ടാകും, ഇല്ലെന്നല്ല, ഉണ്ടാകും. ചെറിയ പ്രാണികൾ, കീടങ്ങൾ, ചില പ്രശ്നങ്ങൾ, വൈറസുകൾ ഒക്കെ ഇതിനെ നശിപ്പിച്ച് കളയാനായി വരും, അറ്റാക്ക് ചെയ്യും. പക്ഷേ ബിജു പാസ്റ്ററെ, ഈ ദേവദാരുവിൻ്റെ മാത്രം പ്രത്യേകത, ഈ പ്രശ്നം വരുമ്പോൾ, ഈ അറ്റാക്ക് വരുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ഒരു ശക്തി പുറപ്പെടും. നിങ്ങൾ പഠിച്ചു നോക്കിക്കോ, ഇതിനകത്തുനിന്ന് തന്നെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആ വൈറസിനോട് എതിർക്കും, ആ ഇൻസെക്റ്റിനോട് എതിർക്കും, ആ പ്രശ്നത്തോട് എതിർക്കും. എന്നിട്ട് ആ പ്രശ്നത്തിന്റെ മേൽ ഇത് ജയിക്കും. എന്തോ പവറാ അല്ലേ? 800 വർഷമൊക്കെ നിൽക്കുന്ന ദേവദാരുവിൻ്റെ മൈക്ക് കൊടുക്കെങ്കിൽ എൻ്റെ പൊന്നച്ച വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കെതിരെ വന്നപ്പോഴും എൻ്റെ അകത്തിരിക്കുന്ന ശക്തി എൻ്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട് ആമേൻ. നമ്മുടെ അകത്ത് ശക്തിയുണ്ടോ? നമ്മുടെ അകത്ത് ശക്തിയുണ്ടോ? ഉണ്ട്. പ്രശ്നങ്ങളെ എതിർക്കുന്ന ശക്തി, വെല്ലുവിളികളെ എതിർക്കുന്ന ശക്തി, ജയിക്കുന്ന ശക്തി. ഹല്ലേലൂയ. ഈ ദേവദാരുവിനെ ബലപ്പെടുത്തുന്നത് അതിനകത്തുള്ള ശക്തിയാണെങ്കിൽ, പുതിയ നിയമ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്കുമുള്ളൊരു വലിയ ഇമ്പോർട്ടൻ്റ്.
സ്ഥാപിച്ചത് കൊണ്ട് നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്കിയെന്ന് പറയാമോ? നശിക്കത്തില്ലെന്ന് പറയാം. നശിപ്പിക്കുവാൻ പല പരിപാടികൾ നോക്കും, പക്ഷേ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന നിത്യജീവന്റെ പവർ അത്രയും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. റോമാലേഖനത്തിലെ 2-ാം അധ്യായം, റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്, തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ആ വാക്യം കണ്ടോ? നല്ല, എല്ലാവരും ചേർന്ന് പറഞ്ഞ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്, തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. എന്തൊക്കെ അന്വേഷിക്കുന്നവർക്കാണ്? ഒന്ന് പറഞ്ഞ്, എന്തൊക്കെ അന്വേഷിക്കുന്നവർക്കാണ്? തേജസ്സും മാനവും അക്ഷയതയും. ഒന്നുകൂടെ പറയാമോ? ഇത് മൂന്നും വേണ്ടിയവർക്ക് ദൈവം എന്തോ കൊടുക്കും? കേട്ടില്ല നിങ്ങള്? നിത്യജീവൻ. അതിൻ്റെ അർത്ഥം ഒരാളിൽ നിത്യജീവൻ വന്നാൽ അവരിൽ ഈ 3 കാര്യം ഉണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. തേജസ്, മാനം, അക്ഷയത. എന്തൊക്കെയാണ്? എത്ര ഭയങ്കരമാണല്ലേ? തേജസ്, മാനം, അക്ഷയത. എന്താ അക്ഷയത? ക്ഷയിച്ചു പോകാത്തത്. ഇംഗ്ലീഷിൽ ഇമ്മോർട്ടാലിറ്റി, ക്ഷയിപ്പിക്കാത്തത്. ഈ ലോകത്തിലുള്ളത് മുഴുവനും ക്ഷയിച്ചു പോകുന്നതാ, റൈറ്റ്? 80 വയസ്സ് കഴിയുമ്പോൾ, 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബലം എന്തോ ചെയ്യും? ക്ഷയിക്കും. കാറ് മേടിച്ചപ്പം പുതിയതായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പം പഴയതായി. തുണി മേടിച്ചപ്പോൾ സൂപ്പറായിരുന്നു, കുറെ കഴിഞ്ഞപ്പോൾ പഴയതായി. ഈ ലോകത്തിന്റെ കീഴിലുള്ളത് മുഴുവനും ക്ഷയിക്കുന്നതാ. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നിന്നെ ക്ഷയിപ്പിക്കാത്ത ഒന്നാണ് നിത്യജീവൻ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ കൈയടിച്ചേ? എന്ന് വെച്ചാൽ നിത്യജീവൻ നിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ മേൽ അക്ഷയത വെളിപ്പെടുമെന്ന്. അക്ഷയത വെളിപ്പെടുമെന്ന്. ഓക്കെ, ഒരു വാക്യൂടെ വായിക്കാം. 2 തിമത്തിയോസിന്റെ ലേഖനം, തിമത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം, 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അപ്പൊ ബൈബിൾ പറയുകയാണ്, സുവിശേഷം കൊണ്ട് 2 കാര്യങ്ങൾ ഉണ്ടായി. ജീവനും അക്ഷയതയും. എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ, സുവിശേഷം കർത്താവ് നൽകിയത് എന്തിനാണ്? നമ്മുടെ മേൽ അക്ഷയത വെളിപ്പെടാനാണ്. ആണോ അല്ലയോ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? സുവിശേഷം കൊണ്ട് ജീവനും വെളിപ്പെടുത്താൻ പോകുന്നെന്നാണോ വെളിപ്പെടുത്തുമെന്നാണോ? ഓൾറെഡി അല്ലേ? ഇറ്റ് ഈസ് ഡൺ. പാസ്റ്റ് ടെൻസ് ആണ്. വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരാൾ സുവിശേഷം കേൾക്കുമ്പോൾ ആ ശക്തിയാൽ അവൻ്റെ മേൽ അക്ഷയത വെളിപ്പെടും. ഹല്ലേലൂയ. അതാണ് പവർ, സുവിശേഷത്തിൻ്റെ പവർ. ഇത് നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കോവിഡിൻ്റെ സമയത്ത്
ഒരാൾക്ക് കോവിഡ് വന്നോ ഇല്ലയോ എന്നറിയാൻ 1-2 സൈനുകൾ, അടയാളമുണ്ട്. ചുമ, ശ്വാസം മുട്ടൽ, രുചി പോകുക, പിന്നെ കേട്ടിട്ടില്ല, മണം പോകുക. ഇത് കണ്ടാൽ നമ്മൾ എന്തോ ചെയ്യും? ഉറപ്പിച്ചു. എന്നെ ഉറപ്പിച്ചു എന്താണെന്ന്. ഇതുപോലെ നിനക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പിക്കാം. എങ്ങനെ? നിന്റെ മേൽ ഈ അക്ഷയത വെളിപ്പെടുമ്പോൾ. അക്ഷയത വെളിപ്പെടും. മാത്രമല്ല, തേജസ്സും മാനവും ഉണ്ടാകും. 2022 ഉണ്ടായിരുന്നത് പോലല്ല നീ 2023 നിന്റെ തേജസ് വർദ്ധിക്കുക. 2024 അതിലും ഗ്രേറ്റർ ഗ്ലോറി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് വായികളെ തുറന്ന് ഓ ശബരബല ഹദരജലാദിയ. ചില കുടുംബങ്ങളുടെ മേൽ അങ്ങനത്തെ ഒരു ദൈവകൃപ ഇന്ന് പകൽക്കഥ പകരുകയാണ്. നിത്യജീവനിലൂടെ വെളിപ്പെട്ട അക്ഷയത നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ ഇന്ന് പകലിൽ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എല്ലാം ഒരു പുതുക്കം, ഒരു ജയം, ഒരു ജീവൻ. Praise the Lord. ഈ പഴയ നിയമത്തിൽ ഭക്തനായിരുന്നല്ലോ മോശ പറഞ്ഞൊരു കാര്യമാണ്, ഏറിയാൽ 70 ഇല്ലെങ്കിൽ 80. മോശ എത്രാമത്തെ വയസ്സിലാ മരിച്ചേ? അയ്യോടാ, പറഞ്ഞതിനേക്കാൾ 40 വർഷം കൂടുതൽ കിട്ടിയല്ലേ? ആണോ അല്ലയോ? പക്ഷെ നമ്മളിപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുക. എപ്പോഴാണെന്നറിയത്തില്ല, ഇന്നാണോ നാളെയാണെന്നൊന്നും അറിയത്തില്ല. ഏറിയാൽ അയ്യോ സ്വോത്രം പോയി. ഇനിയും എൻ്റെ പൊന്നു ബിജു പാസ്റ്ററെ, അദ്ദേഹം മരിച്ചപ്പം ആവർത്തന പുസ്തകം 34:6 മെഡിക്കൽ റിപ്പോർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? മോശയുടെ ദേഹബലം ക്ഷയിച്ചില്ല, കണ്ണിൻ്റെ കാഴ്ച മങ്ങിയില്ല. എൻ്റെ പൊന്നെ, പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന മോശയുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറഞ്ഞാതെ ആ നെബോ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ ആരോഗ്യം കൊടുത്ത ദൈവം. നിങ്ങൾ നോക്കിയാ വാക്യം നോക്കിയേ. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. 40 വയസ്സായപ്പോൾ ഇപ്പൊ മുട്ടുവേദനയാണെന്ന് പറഞ്ഞിരിക്കുക, നടുവേദനയാണെന്ന് പറഞ്ഞിരിക്കുക. പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശയുടെ മേൽ അത് വെളിപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുന്ന നമ്മുടെ അകത്ത് ആ ആരോഗ്യത്തെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകലിൽ? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടാണോ നിങ്ങൾ കൈയടിച്ചേ? പൗലോസ് പറയും, അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്ത മോശയുടെ മേൽ അത് വെളിപ്പെട്ടെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന നമ്മുടെ മേൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ മുമ്പിൽ ഇന്ന് പകലിരിക്കുന്നവരാരും സാധാരണക്കാരല്ല. നിത്യജീവൻ അകത്തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു മന്ത്രവാദത്തെയോ ആഭിചാരത്തെയോ പേടിക്കാനുള്ളവരല്ല. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിൻ്റെ ശക്തി ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ ഭയങ്കര സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്തിരിക്കുക. ആമേനായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും വെളിപ്പെടുകയാ. പുറകോട്ട് വലിക്കുന്ന സകല വെല്ലുവിളികളെയും കർത്താവ് ഇന്ന് പകൽ അഴിച്ച് ഒരു അസാധാരണമായ ഒരു അഭിഷേകം ഈ അന്തരീക്ഷത്തിൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ മേൽ കിടക്കുന്ന ദൈവകൃപയ്ക്കെതിരെ, നിനക്കെതിരെ കിടക്കുന്ന ശുശ്രൂഷയ്ക്കെതിരെ കിടക്കുന്ന വെല്ലുവിളികളെ ഒക്കെ പരിശുദ്ധമാം ഇന്ന് പകൽ അഴിച്ചു മാറണേ.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഈ പകൽ എത്ര പേർ ഈ ദൈവകൃപയ്ക്കായി കൊതിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ആമേൻ. ദേവദാരുവിനെ നോക്കി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീതിമാന്മാർ ഇതുപോലെ ഇരിക്കും. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? അതിനെ നട്ടത് ദൈവമാണ്. 2, വേര് ആഴത്തിലേക്ക് ഇറക്കുന്നതാണ്. 3, മറ്റുള്ളവർക്ക് ഒരു ഐക്യത പകരുന്നതാണ്. 4, പ്രതിസന്ധികളുടെ നടുവിൽ ആമേൻ തകരാത്ത, ആമേൻ നശിക്കാത്ത ഒരു ശക്തി അതിനകത്തു തന്നെ ഉണ്ട്. ആ ദേവദാരുവിനെ നോക്കി പറയുകയാണ്, ദൈവത്തിന്റെ നീതിമാന്മാർ ഇതുപോലെ ആയിരിക്കും. അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷകളെ പ്രാർത്ഥിക്കും. ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് പകൽ ഈ ഹോളിനകത്ത് വ്യാപരിക്കും. ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് പകൽ ഒരുപോലെ അത് വെളിപ്പെടുമ്പോ കൊടിയ വെല്ലുവിളികൾ ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ ഡെലിവറൻസ് ചർച്ചിന് വേണ്ടി പുതുവഴികളെ ദൈവം തുറന്ന്, പുതിയ വാതിലുകളെ ദൈവം തുറന്ന്, അത്ഭുത പ്രവർത്തികളെ ദൈവം ചെയ്ത് ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട അതേ അഭിഷേകം അവരുടെ കുടുംബങ്ങളുടെ മേൽ, അവരുടെ തലമുറ മേൽ വെളിപ്പെട്ട് കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, തലമുറകൾ സ്വതന്ത്രമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചോ. ഒരു ഭയങ്കര അഭിഷേകം ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന ശാപങ്ങളെ പോലും